വെൽക്കം ടു ഫുള്ളി ചാർട്ട് പോഡ്കാസ്റ്റ്. മൈസെൽഫ് നവനീത് ആൻഡ് ദിസ് ഈസ് അലൻ. നമുക്കിതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റാണുള്ളത്. ഈസ് എ ബിൽഡർ ഓഫ് ലോസ്റ്റ് എഞ്ചിൻസ് ആൻഡ് സേവിയർ ഓഫ് ഡിസ്പോസസ് കാർസ്, ജയദേവ് കൗകുമാർ. നമുക്ക് ബേസിക്കലി നമ്മുടെ കോൺവെർസേഷൻ CVയെ പറ്റി, വണ്ടികളെ പറ്റിയാണ്. അതുകൊണ്ട് ഹോട്ട് ടോപ്പിക്ക് തന്നെ തുടങ്ങാം. ഓക്കെ. മഹേന്ദ്ര B6 ലോഞ്ച് ചെയ്തിരിക്കുന്നു. യെസ്. ഒരു വണ്ടിയോട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. അതെ. JD തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പോകണ്ട. നമുക്ക് മാറിയിട്ട് XUV 500 വന്നു. അതെ. 2011 ടൈമിൽ. ആ സമയത്ത് XUV ഒരു റെവല്യൂഷൻ ആയിരുന്നു അത്. അബ്സല്യൂട്ട്ലി. പെർഫോമൻസ് ഒരു ഓക്കെ, നമുക്ക് കണ്ടിട്ടുള്ള പെർഫോമൻസ് ലിറ്റിൽ ബെറ്റർ. അതേ ഹാൻഡ് നമുക്ക് KTM 200 വന്നു. അത് ആ പെർഫോമൻസിനെ സാധാരണ ആൾക്കാരിലേക്ക് ഭയങ്കരമായിട്ട് എത്തിച്ചു. അതെ. ഇത് രണ്ടും നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചറിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. യെസ്. അതിൻ്റെ ഒരു കൾമിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ വണ്ടിയിൽ വരുന്നത്, B6 വരുന്നത്. അതെ. ആ പ്രൈസിങ് എക്സ്ട്രാordinary പെർഫോമൻസ്, ഭയങ്കര പ്രൈസിംഗ് ആണ്. ഒരു സൂപ്പർ കാറിന്റെ ഒക്കെ പെർഫോമൻസിലേക്കൊക്കെ റോഡുകളിലേക്ക് എത്തുവാണ്. നമ്മൾ എങ്ങനെ ഇവോൾവ് ആവും? ഹൗ ഡു വി ഗോണ ഫേസ് ദാറ്റ് ഇമ്പാക്ട്? സോ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാ കൊല്ലവും നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗ്ലോബലി ഫസ്റ്റ് വേൾഡ് കൺട്രി ലൈക്ക് അമേരിക്ക അങ്ങനത്തെ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഈസ് മച്ച് ഓൾഡ് ദാൻ us. ഇപ്പം നമ്മുടെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഓർമ്മയുള്ളൊരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ ഒരു 5 കൊല്ലവും കൂടുമ്പോൾ there will come a product that will completely shake up the industry. അത് നമുക്ക് സത്യം പറഞ്ഞാൽ കാറിന് മാത്രമല്ല, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും കമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ആ ഒരു ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ ഇളക്കി മറിക്കുന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടെന്ന് അറിയില്ല, നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം വരണം. എന്നാലും നമ്മൾ അതിനുള്ളൊരു റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡ്യൂക്ക് 200 ഓർ ഈവൻ ഡ്യൂക്ക് 390, ഈ 2 വണ്ടികൾ വരുന്ന വരെ നമുക്ക് അത്രയും പവർ ഹാൻഡിൽ ചെയ്യാൻ ഒരു ആവറേജ് ഒരു 20-something ഇയർ ഓൾഡിന് പറ്റില്ല. കാര്യം അതിനു മുമ്പേ ഉള്ള പെർഫോമൻസ് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൾസറോ അല്ലെങ്കിൽ അപ്പാച്ചിയോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ദോസ് ആർ ഓൾ ഗുഡ് ബൈക്സ് ഇൻ ദിയർ ഓൺ വേ. പക്ഷേ ഒരു ഡ്യൂക്കിൻ്റെ പോലത്തെ പവർ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അന്നൊക്കെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ബൈക്ക് മേടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 1000cc ബൈക്ക് മേടിക്കുന്നതിന് മുമ്പ് നമ്മൾ 600 ഓടിക്കണം, 400 ഓടിക്കണം, 750 ഓടിക്കണം, എന്നാലേ 1000 ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. ഇപ്പോൾ 390 ലിറ്റർ ക്ലാസ്സിലോട്ട് പോകുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. എൻ്റെ അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മളെ അറിയിക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പല സാധനങ്ങളും ഇൻ ഡിഫറെൻറ്റ്, നോട്ട് ഓൺലി ഇൻ പെർഫോമൻസ്, ചിലപ്പോൾ അത് യൂട്ടിലിറ്റിയിലായിരിക്കും. നമുക്ക് അതുവരെ അങ്ങനത്തെ ഒരു വണ്ടി വേണം നമ്മൾ അറിയില്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് ഷേക്ക് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ XUV 500 കാര്യം പറഞ്ഞു. 500 വന്നപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള അങ്ങനത്തെ ഒരു 7 സീറ്റർ വണ്ടികൾ കൂടുതലും ബോഡി ഓൺ ഫ്രെയിമാണ്. അവിടെ നിന്നൊരു മോണോക്കോക്കിലോട്ട് വന്നതാണ് അതിൻ്റെ ആക്ച്വലി ഏറ്റവും വലിയൊരു ചേഞ്ച് കമ്പയർഡ് ടു എനിത്തിങ് എൽസ്. നമ്മൾ ആ സമയത്ത് ഇപ്പോൾ കോളസോ ഇന്നോവയോ എല്ലാം നോക്കിയാലും അതെല്ലാം ബോഡി ഓൺ ഫ്രെയിമാണ്. നമ്മളൊരു മോണോക്കോക്ക് വന്നപ്പോഴാണ് ആ ഡ്രൈവിംഗ് ഡൈനാമിക്സും അത്രയും കാലം കാറ് മാത്രം ഓടിച്ചിരുന്ന ഒരാൾ എന്നാൽ ഒരു SUV മേടിക്കാം എന്നുള്ള ഒരു തോട്ടിലോട്ട് പോയത് ആണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. വിലയും കാറുകളുടെ വിലയും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു തോട്ട് നമുക്ക് വരുത്തുന്ന സാധനം. അതേപോലെ ഇപ്പോൾ നമ്മൾ ഡ്യൂക്കിൻ്റെ കാര്യം പറഞ്ഞു. ഡ്യൂക്കാണെങ്കിലും അല്ലെങ്കിൽ വേറെ വല്ല ഇമ്പോർട്ടഡ് ബൈക്കോ പെർഫോമൻസ് ബൈക്കോ മേടിക്കേണ്ടിയിരുന്ന ഒരാൾ ഇപ്പോൾ ആയിരിക്കും ആവശ്യമില്ല, എനിക്കിപ്പോൾ ഒരു 390 പവർ മതി, ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ദാറ്റ് ചേഞ്ചസ് യുവർ മൈൻഡ് സെറ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ B6-യും XUV 9-യും. അപ്പോൾ ഈ 2 വണ്ടികളാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ പെർഫോമൻസ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ 6-7 സെക്കൻഡിലൊക്കെ 0 to 100 എത്തുന്ന 6.7 6.8 സെക്കൻഡ്സിൽ എത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാഡ് ടു ബൈ എക്സോട്ടിക് വണ്ടിയുടെ ഒരു യൂസ്ഡ് വണ്ടി ആ ബഡ്ജറ്റിൽ. ഇപ്പോൾ സേ 25 lakhs നമുക്ക് അങ്ങനത്തെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഈ വല്ല RSO അല്ലെങ്കിൽ GTI ഇങ്ങനത്തെ വണ്ടികൾ മേടിക്കണം. ഐ എം നോട്ട് സെയിങ് ഇത് ഈക്വൽ കമ്പാരിസൺ അല്ല, ഐ എം ജസ്റ്റ് സെയിങ് ഓൺലി ആക്സലറേഷൻ പോയിന്റ് ഓഫ് വ്യൂ. നമ്മൾ വേറെ പവർ മാത്രം പറയുകയാണെങ്കിൽ അത്രയും പവർ ഫിഗേഴ്സ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത്ര ആക്സലറേഷൻ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ യു ഹാവ് ടു ബൈ സംതിങ് ലൈക്ക് ദിസ്. അതിൽ നിന്നൊരു ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിനകത്തുള്ളൊരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാ ജനറേഷനിലും ഒരു സ്കെയറി ആയിട്ടുള്ളൊരു വണ്ടി ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഇത് പേടിക്കണം. നമുക്ക് പണ്ട് നോക്കുകയാണെങ്കിൽ RD350 ഉണ്ടായിരുന്നു, പിന്നെ ഷോഗൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഡ്യൂക്കാണ്, പൾസർ, മറ്റേ കരിസ്മ, എല്ലാത്തിനും ഒരു സമയത്ത് എല്ലാത്തിനും അങ്ങനെ ഒരു ഇച്ചിരി ഒരു പേടിക്കണ സാധനമുണ്ട്. ഇത് അതുപോലെ പേടിക്കേണ്ടി വരുമെന്ന് എനിക്ക് നല്ല തോന്നലുണ്ട്. കാര്യം റിയർ വീൽ ഡ്രൈവാണ്. ഹാഫ് ഓഫ് ഇന്ത്യ ഡസ് നോട്ട് നോ ഹൗ ടു ഹാൻഡിൽ എ പവർഫുൾ റിയർ വീൽ ഡ്രൈവ്. അപ്പോൾ നമ്മുടെ റിയർ വീൽ ഡ്രൈവ് ഒമ്നിയും നാനോ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ പോലും 100 bhp ഇല്ല. അപ്പോൾ അതുകൊണ്ട് യു ആർ സേഫ്.
ട്രയൽ ആൻഡ് എററിൽ നമ്മൾ പഠിക്കേണ്ടി വരും അത്. അതെ, അതെ. പേടി. അതെ, അതെ. അത് ഒരിക്കൽ എറർ നടന്നു കഴിയുമ്പോൾ പിന്നെ ട്രൈ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 5 കൊല്ലത്തിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി റൺ അവേ ഹിറ്റ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഒരു മാസ് മാർക്കറ്റിലെ ആൾക്കാർക്ക് ഒരു നല്ല പവർഫുൾ റിയർ വീൽ ഡ്രൈവ് കാർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ വെൻ വി ആർ ലുക്കിംഗ് 5 years or 8 years down the line, ഒരു ആവറേജ് ഇന്ത്യൻ കസ്റ്റമർ അല്ലെങ്കിൽ ആവറേജ് ഇന്ത്യൻ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ അവർക്ക് ഇത്രയും പവറുള്ള വണ്ടി താങ്ങാനുള്ള ഒരു കേപ്പബിലിറ്റി കിട്ടും. അതിനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാനിത് കാണുന്നത്, ഈ ഒരു ഡെമോക്രറ്റൈസേഷൻ ഓഫ് പവർ. സോ അപ്പം മറ്റുള്ള കമ്പനികൾ ഇപ്പം നമുക്ക് ഐസി എഞ്ചിൻസ് നമ്മൾ എടുക്കുകയാണ്, ഫോക്സ് വാഗൺ, ഫോർഡ്, ഫിയറ്റ്, ഈ കമ്പനികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കുറച്ചുകൂടെ ഓക്കെ, ദിസ് ഇസ് എ കാർ, നമുക്ക് ആ സ്റ്റിയറിംഗിൽ ആ പവർ അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ കിട്ടുന്ന വണ്ടികളാണ്. അതർ ഹാൻഡ്സ് മാരുതി, ഹ്യുണ്ടായി, പ്രോബബ്ലി ടൊയോട്ട, ഇതൊക്കെ നമുക്ക് ഫംഗ്ഷനാലിറ്റിയാണ് അതിൽ കൂടുതൽ നമ്മൾ പ്രയോറിറ്റി വെച്ചിരിക്കുന്നത്. അതെ, EV-ലോട്ട് വരുമ്പം ഇതിനെ എങ്ങനെ കാണും ഈ കമ്പനി? ഓക്കെ, ഫോക്സ് വാഗൻ എങ്ങനെയായിരിക്കും EV അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൊയോട്ട എങ്ങനെയായിരിക്കും EV അപ്രോച്ച് ചെയ്യുന്നത്? അതിനകത്ത് ഇവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ ഉണ്ടല്ലോ, ഇത് അവർക്ക് EV-യിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള മഹീന്ദ്ര പോലത്തെ മഹീന്ദ്ര ഡ്രാസ്റ്റിക് ആണല്ലോ. മഹീന്ദ്ര ഒരു ഔട്ട്ലെയർ ആണ് ഈ ഒരു എൻറ്റയർ ഓപ്പറേഷനിൽ. മഹീന്ദ്ര ഇറ്റ് ഇസ് നോട്ട് സ്റ്റിക്കിംഗ് ടു എനി റൂൾ ബുക്ക്. അവർക്ക് തോന്നിയത് ചെയ്യുകയാണ്. ദേ ഹാവ് എൻ ഇൻസൈൻ ടീം. അവർക്ക് തോന്നിയത് ദേ ആർ ജസ്റ്റ് ഗോയിങ് ഔട്ട് ആൻഡ് ഹാവിങ് ഫൺ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മഹീന്ദ്രനെ ബാക്കി ബ്രാൻഡുകളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. പക്ഷെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹിസ്റ്ററി വെച്ചിട്ടുള്ള കഥയല്ല ഇപ്പം സംഭവിക്കുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഓക്കെ, നമ്മളൊരു 15 കൊല്ലം മുമ്പ് ഒരു കാറ് ആരെങ്കിലും ഉണ്ടാക്കുകയാണ്, ഒരു മാനുഫാക്ചറർ പുതുതായിട്ട് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ യു ആർ കമ്പീറ്റിംഗ് വിത്ത് 100 years ഓഫ് ഡെവലപ്മെൻറ്റ് ഫ്രം മെർസിഡീസ്, 100 years ഓഫ് ഡെവലപ്മെൻറ്റ് ഫ്രം BMW, ഇത്രയും കൊല്ലം ഫ്രം സുസുക്കി, ഇത്രയും കൊല്ലം ഫ്രം ഫോർഡ്, ഓൾമോസ്റ്റ് 100+ years. അപ്പോൾ ഇവരുടെ കൂടെ നമുക്ക് ഒരിക്കലും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു പുതിയ ബ്രാൻഡിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹ്യുണ്ടായി കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടാണ് അമേരിക്കയിലും എല്ലാം ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റബിൾ മാനുഫാക്ചറർ ആയത്. നൗ ദേ ആർ ഹിസ്റ്ററി ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ പഴയ പഴയ മോഡൽ തിരിച്ചു കൊണ്ടുവന്ന അവസ്ഥയെ. അതെ, സോ അതാണ്. അപ്പോൾ അവരൊക്കെ ഡെസ്പെറേറ്റ് ആയിട്ട് ഹിസ്റ്ററി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ദേ ആർ ഫൈറ്റിംഗ് അഗേൻസ്റ്റ് റാൻഡം പീപ്പിൾ. ഇവർ കുറേ ചൈന എന്നുള്ള ബ്രാൻഡ്സിൻ്റെ കൂടെ അവർക്ക് ഹിസ്റ്ററി ഒന്നും വേണ്ട, കുഴപ്പമില്ല. അവർ പറഞ്ഞത് ആൻഡ് ഇപ്പോഴത്തെ ഐ തിങ്ക് അത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ഇതും കൂടിയാണ്. സോ ഇപ്പോഴത്തെ ഒരു മുമ്പത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിക്ക് ഒരു കുറച്ച് വാല്യൂ കൊടുത്തിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ ഹിസ്റ്ററി, ഇറ്റ് ഇസ് അബൌട്ട് ദ പ്രസൻസ് ഇൻ ദ നൗ. ആൻഡ് രാജീവ് ബജാജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ബിഗ് ഞങ്ങൾ വന്നിട്ട് ഇവരെ ഏത്തറിനെ പോലെ അതെ മറിച്ച് കളയും. ഒന്നും ആയില്ല. 2 കൊല്ലം കൊണ്ടായിരുന്നു പറഞ്ഞിട്ട്. അതെ, അതേ മറന്നുപോയി. ഓൾ ദീസ് പീപ്പിൾ തിങ്ക് ദാറ്റ് അവർക്കിത് ദേ നോ ദ മാർക്കറ്റ്. ഇപ്പം ചേതക് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലത്തെ ഒരാളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ 2-wheeler ഒരു സ്കൂട്ടർ ബ്രാൻഡ് എന്ന് വെച്ചാൽ ഓൺ ദ ടോപ്പ് ഇസ് ചേതക് സ്കൂട്ടി. ഇതൊക്കെയാണ് ഒരു പവർഫുൾ ബ്രാൻഡ്. പക്ഷേ സ്കൂട്ടിക്ക് മുമ്പേ ആണ് ചേതക്. ഇപ്പം നമ്മുടെയൊക്കെ പേരൻസിൻ്റെ ജനറേഷനിലുള്ള എല്ലാവരുടെയും ഇറ്റ് ഇസ് ദ OG സ്കൂട്ടർ ഓഫ് ഇന്ത്യ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആൻഡ് ആ ഒരു പേരാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ടുള്ളൊരു കണക്ഷനും ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി പവർഫുൾ ബ്രാൻഡ് അവിടെ. അപ്പോൾ അത് ഇറ്റ്സ് പ്രിറ്റി മച്ച് വൈപ്ഡ് ഔട്ട്. അതെ, ആബ്സല്യൂട്ട്ലി. അതേപോലെ അവരുടെ പഴയ പരസ്യങ്ങളാണെങ്കിൽ ആ കുട്ടി തിരിഞ്ഞിരുന്ന് ആ ചേതക്കിൻ്റെ ആ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഇതുള്ളതാണ്. പക്ഷേ ആ ഇമോഷന് വലിയ കാര്യമില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായി. You got better options in the market. 100%. See, it is not about better options. See, fundamentally ആരും ചേതകനെ പറ്റി കംപ്ലൈൻറ്റ് പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ എങ്കിലും ആർക്കൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ യു ക്യാൻ ടേക്ക് ഒരു പുതിയ ബ്രാൻഡ് സ്കൂട്ടർ എടുത്തിട്ട് കുറേ കംപ്ലൈൻറ്റ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രിക് സ്കൂട്ടർ ഇൻ ഇന്ത്യ. നമുക്ക് അതിനെ പറ്റി അതെ നമ്മൾ നെയിം ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ഫോർമുലയായിട്ട് ഇഫ് യു ആർ പുട്ടിങ് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ അതിന് ഹിസ്റ്ററി ഇല്ല. അതൊരു ഓട്ടോമോട്ടീവ് കമ്പനി അല്ല. അതെ, ഇതൊന്നും ഉണ്ടാക്കുന്നൊരു കമ്പനി അല്ല. അവർ ഇത്ര കാലം ചെയ്തിരുന്നവരെന്താ ഫുഡ് ഡെലിവറി ചെയ്യുന്നു, ടാക്സി ഓടിക്കുന്നു, സ്വന്തമായിട്ട് ടാക്സി പോലും ഇല്ല. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഹിസ്റ്ററിക്കല്ല ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് ഇപ്പം എന്താ കിട്ടുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഡസ് ഇറ്റ് എക്സൈറ്റ് മീ? അത് ഇനി നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യോ? പണ്ട് നമ്മൾ മേടിക്കുമ്പോൾ പറയും 10 കൊല്ലം ലാസ്റ്റ് ചെയ്യില്ല.
അല്ലെങ്കിൽ വല്ലതും ഇതിന് സർവീസ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഫിയറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഈ ഫിയറ്റ് റെസ്റ്റ് ഇൻ പീസ് ആയതുകൊണ്ട് നമുക്ക് പറയാം. അല്ല, ഞാനൊരു ഫിയറ്റ് യൂസറും കൂടെയാണ്. അപ്പോൾ നമ്മളത് മേടിക്കുമ്പോൾ അന്ന് തന്നെ എല്ലാവരും ചോദിക്കും, അല്ലേ ഫിയറ്റ് വേണോ, കാര്യം ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ സർവീസ് കിട്ടില്ല, ഇപ്പോഴേ സർവീസ് ഇല്ല, വില പാർട്സിൻ്റെ വില ഇതൊക്കെ. പക്ഷേ അപ്പം നമ്മൾ പറഞ്ഞില്ല കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയും മാനേജ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവും. ഇതിപ്പോൾ ആർക്കും അങ്ങനെ ഒരു 10 കൊല്ലം വണ്ടി വെക്കുന്നുള്ള ഒരു തോന്നലൊന്നുമില്ല. യൂസ് ആൻഡ് ത്രോ എന്നുള്ളത് ഇറ്റ്സ് എ ടെക്നോളജി, ഒരു ഗാഡ്ജറ്റ് ആയല്ലോ. ഈ വീട് തന്നെ റീസെയിലിൻ്റെ കാര്യത്തിൽ കുറേ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. കിട്ടുന്നില്ല എന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു പരിധിയിൽ ആൾക്കാരുടെ ഒരു തോട്ടം എന്ന് പറയുന്നത് എനിക്ക് വിൽക്കണ്ട, അതെ, എനിക്ക് ചുമ്മാ അളഞ്ഞാലും മതി, കുഴപ്പമില്ല. ബിക്കോസ് അത്രയും കാലം ദേ വിൽ എക്സ്ട്രാക്ട് സോ മച്ച് വാല്യൂ ഔട്ട് ഓഫ് ഇറ്റ്. ഫോൺ നമ്മൾ വാങ്ങിച്ചിട്ട് പണ്ട് നമ്മൾ വിൽക്കുമായിരുന്നു. അതെ, ഇപ്പൊ നമ്മൾ വിൽക്കത്തില്ല. ഇല്ല, ഇപ്പൊ നമ്മൾ ഒന്നും എവിടെയും ഇടും, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഫോൺ വിൽക്കല് ഒന്നുമില്ല. കാര്യം പണ്ടെന്ന് പറയുമ്പോൾ ആ കൂടെ 5 ഫോണേ ഉള്ളൂ മാർക്കറ്റിൽ. 5 മോഡൽ കാറേ ഉള്ളൂ. 60s, 70s, 80s, 90s വരെ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വീട്ടിൽ അംബാസഡർ ഉണ്ട്. അംബാസഡർ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ, വേറെ അംബാസഡർ മേടിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ആൾക്കാരത് വേണ്ട, നമുക്കത് കുറേ കൊല്ലം മറ്റേ എഞ്ചിൻ മാറ്റാം, മറ്റേ കോയാസെ കൊണ്ടേ സീറ്റ് കയറ്റാം, ഇങ്ങനെ പണിയാന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കിടക്കും. ഇപ്പം എൻ്റെ ആവശ്യമില്ല. ലൈക്ക് ഒരെണ്ണം പോയാൽ എൻ്റെ ഒരു 20 വേറെ മോഡൽസ് ഉണ്ട്. പലവരും ഇത് മാറ്റുന്നത് വണ്ടിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, വണ്ടി മാറ്റണമെന്നുള്ളൊരു കാര്യം വേറെ എന്തെങ്കിലും കൂടുതൽ എക്സൈറ്റ് ചെയ്തു, അപ്പോൾ പിന്നെ അത് മാറ്റാം. അതാണ് നമ്മുടെ മെയിൻ കാറ്റലിസ്റ്റ്, ഇത് മാറ്റിക്കാനായിട്ട്. അപ്പോൾ അതുവരെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവിടെ കിടന്ന് ഓടട്ടെ, പൈസ കിട്ടിയില്ലെങ്കിൽ ഓടി തീർക്കുന്നവരെ ഓടിക്കാം, ചിലവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് EVസിൻ്റെ കാര്യത്തിൽ നോബഡി ഐ തിങ്ക് ഇസ് റിയലി ബോതേർഡ് വിത്ത് ദാറ്റ്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ചൈനയാണോ, അതെ, റിലയബിലിറ്റിക്കൊക്കെ ഇഷ്യൂ ഉണ്ടാവുന്നു. അതേസമയം ജാപ്പനീസ് മെയ്ഡ് ആയിട്ടുള്ളൊരു കാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടൊയോട്ട ഫോർ എക്സാമ്പിൾ പെർഫെക്റ്റ് കാർ എന്നുള്ളത്. പക്ഷെ ഇന്ന് EVയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ചൈനീസ് ആണോ, അത് മതി. ആ ഒരു കൾച്ചറിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുക. സോ എൻ്റയർ കൺസ്യൂമർ ബിഹേവിയർ ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹിസ്റ്ററി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെലവൻസ് ഇല്ല. അതാണ് ഇത്രയും കാലം ആൾക്കാർ ചൈനീസ് പ്രൊഡക്ട്സ് മോശമാണെന്ന് നമുക്ക് വാട്സാപ്പിലൊക്കെ പലവരും അടിപിടിക്കുന്നതാണ്. പക്ഷെ അവർ ടൈപ്പ് ചെയ്യുന്നത് ചൈനയിലുണ്ടാക്കിയ ഐഫോണിലാണ്. എന്നിട്ടാണ് പറയുന്നത് ചൈനീസ് പ്രൊഡക്ട്സ് ആർ ബാഡ്, ദേ ആർ ടൈപ്പിംഗ് ഓൺ ദാറ്റ് വെരി ഡിവൈസ്. പിന്നെന്താ പോയിന്റ്? അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഒരു ഗ്ലോബലൈസേഷൻ, ഐ തിങ്ക് എല്ലാ സാധനവും എല്ലാ കൺട്രി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലൈക്ക് ദർ ആർ സം തിങ്സ് ദാറ്റ് എ കൺട്രി ഈസ് ഗുഡ് അറ്റ്. അപ്പോൾ ആ കാര്യം ആ കൺട്രി ചെയ്യട്ടെ എന്നുള്ളൊരു മട്ടിലാണ് പല കാര്യങ്ങളും നടക്കുള്ളൂ. ഇപ്പോൾ ചൈനേനെ ഫുള്ളായിട്ട് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ മൊത്തമായിട്ട് ഓക്കെ നമ്മൾ നാളെ തീരുമാനിക്കുകയാണ് നമ്മൾക്കിപ്പോൾ ഒരു ഇന്ത്യൻ EV ഉണ്ടാക്കണം. യു വിൽ സ്റ്റിൽ ഹാവ് ടു ബൈ സം കോമ്പണൻസ് ഫ്രം ചൈന. ബാറ്ററി വിൽ സ്റ്റിൽ ഹാവ് ടു കം ഫ്രം ചൈന. ഇപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിലും ബാറ്ററി ടെക് BYD ഒക്കെ തന്നെയാണ്, BYD ആണ്. അപ്പോൾ ഇപ്പോൾ ജാപ്പനീസ് ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും പക്ഷെ അതൊരു മോശം കാര്യമല്ല. കാര്യം അത്രയും അഡ്വാൻസ്ഡ്, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ബാറ്ററി ടെക് വേറെ ഇല്ല. ടെസ്ല. സോ ഇവരെല്ലാവരും ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിവേസ് BYD has made it. The smart thing to do is to use that. പിന്നെയും റീഇൻവെന്റ് ദ വീലിന്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ബാഡ്. ഇനിയിപ്പോൾ ആ ഒരു ബൗണ്ടറീസ് ഒക്കെ കുറെ പോയി. CDM ആവോ? ഇപ്പൊ ഏതാണ്ട് അങ്ങനെ ആയിട്ടുണ്ട്. വെരി മച്ച് ആവും. The thing is, Japanese manufacturers are very proud of the fact that they're Japanese. ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ടേം വരുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ MG, ഇപ്പോൾ ഞാനൊരു MG യൂസറും കൂടെയാണ്. അപ്പോൾ പറയാം, ലൈക്ക് MG അവർ അതിൻ്റെ ബ്രിട്ടീഷ് ഹെറിറ്റേജ് ആണ് അതിന് ഹൈലൈറ്റ് ചെയ്യണം. ബട്ട് ദ കറന്റ് MG ഹാസ് നത്തിങ് ടു ഡു വിത്ത് ബ്രിട്ടീഷ് ഹെറിറ്റേജ്, റൈറ്റ്? ആണ്. SAICയുടെ ബ്രാൻഡാണ് MG. സോ ഇറ്റ് ഈസ് എ ചൈനീസ് പ്രോഡക്റ്റ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അതുകൊണ്ട് അതിനൊരു കുഴപ്പമില്ല. ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. നമുക്ക് ഒരു ടാഗിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച്. ലൈക്ക് ഇതിപ്പോൾ ബ്രിട്ടീഷ് ആണെന്ന് പറയേണ്ട, ഓക്കെ, മാർക്കറ്റ് പെനിട്രേഷന് മേ ബി ആവശ്യം ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് ഐ തിങ്ക് ഇപ്പോഴത്തെ ഇന്ത്യൻ കസ്റ്റമർ ഇസ് സ്മാർട്ട് ഇനഫ് ടു റെക്കഗ്നൈസ് ഏതാണ് ശരിക്കുള്ളതിൻ്റെ ഒറിജിൻ. പക്ഷെ എങ്കിലും ഒരു കാറിലോട്ട് വരുമ്പോൾ ഓക്കെ, ചില നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം നാടും ദേശഭക്തിയും വിടുകയാണെങ്കിൽ ബാക്കി എവിടെന്നാ വണ്ടികൾ വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതെ, എവിടെ ഉള്ളതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. സോ ഐ ഡോണ്ട് തിങ്ക് ഇപ്പോൾ വോൾവോ, പണ്ട് ഉള്ള വോൾവോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്വീഡ്, ആ ഒരു ഇത് സേഫ്റ്റി, പെർഫെക്ഷൻ, ഓൾ ഓഫ് ദാറ്റ്. ബട്ട് നൗ വി നോ വെയർ വോൾവോ ഇസ് കമ്മിങ് ഫ്രം. വോൾവോൻ്റെ ഓണർഷിപ്പും ചൈനീസ് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ആ വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഇല്ല. പെർസെപ്ഷനിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. സൊഫിസ്റ്റിക്കേറ്റഡ് ആളുടെ ഒരു ചോയ്സാണ്. കാര്യം ഷോ ഓഫിനേക്കാളും കൂടുതൽ എനിക്കറിയാം ഞാൻ എന്താ വാങ്ങിക്കുന്നത്, ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. നിങ്ങളുടെ അംഗീകാരം ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലുള്ളൊരു ബ്രാൻഡായിരുന്നു വോൾവോ എന്നും.
അത് തന്നെയാണ് ഇപ്പോഴും. എസ്പെഷ്യലി JDയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ യു ആർ വൺ ഓഫ് ദ ഏർലിയർ EVs യൂസ് ചെയ്ത ഒരാളാണ്. ഐ തിങ്ക് ദ ഫസ്റ്റ് വൺ വാസ് നാനോ, റൈറ്റ്? അല്ല, ഞാൻ ഏർലി EVs എന്ന് പറയുമ്പോൾ റേവ യൂസ് ചെയ്തിട്ടുണ്ട്. റേവ യൂസ് നമ്മുടെ ചെറിയ ബബിൾ റേവ അത് യൂസ് ചെയ്തിട്ടുണ്ട്. സിറ്റി കമ്മ്യൂട്ടർ. അതിന് സിറ്റി കമ്മ്യൂട്ടർ പറ്റില്ല, 50 കിലോമീറ്റർ റേഞ്ച്. സോ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഗോവയിലും മുംബൈയിലും ഒക്കെ EVയിൽ കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ലൈക്ക് ഫ്രം യുവർ പെർസെപ്ഷൻ ലൈക്ക് ഹൗ വാസ് ദ ഗ്രോത്ത്? ഫണ്ടമെന്റലി ദേ സ്റ്റിൽ ഡു ദ സെയിം ജോബ്. ഒരു ഇക്കോണമിക്കൽ മോട്ടറിങ് എന്നുള്ള ഒരു ടാസ്ക് ഈ പറഞ്ഞ എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് 2012 റേവ, 11-12 റേവയാണ്. ആ സമയത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാര്യം ചാർജിങ് നെറ്റ്വർക്ക് ഇല്ല. 500 കിലോമീറ്റർ പോകും, അല്ല പോട്ടെ 300 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരും? ഇറ്റ് വാസ് പ്രിറ്റി മച്ച് യൂസ്ലെസ്. ഈ ഒരു എവല്യൂഷൻ നടന്നത് ഓൾസോ ബിക്കോസ് ഓഫ് ദ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഹാസ് കം അപ്പ്. ഓവറോൾ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ മാറിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം മാറിയതാണ്. അതൊരു ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടികളുടെ റിലയബിലിറ്റി ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് മാസിവ്ലി ഇമ്പ്രൂവ്ഡ്. സോ റേവ നോക്കുകയാണെങ്കിൽ അത് ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു. 10 ദിവസം കൂടുമ്പോഴും അതിൽ വെള്ളം ഒഴിക്കണം ബാറ്ററിയിൽ. അപ്പോൾ റേവ ലെഡ് ആസിഡിന് വെള്ളം ഒഴിക്കണം. അതിൻ്റെ ആ ചാർജറിന് ബാറ്ററി വെള്ളം സോ ബാറ്ററി വെള്ളം അത് ഒഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചാർജർ പോർട്ടിൻ്റെ സൈഡിൽ തുറന്നിട്ട് ഒരു ചെറിയൊരു നോസിലുണ്ട്. അതിനകത്തോട്ട് ഇവർ തരുന്ന ഒരു പ്രത്യേക ഒരു ഹോസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഹോസ് ഉണ്ട്, അതിനകത്തൊരു ചെറിയ വീലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഹോസ് ഒരു 5 ലിറ്റർ ക്യാൻ മറ്റേ ഡിസ്റ്റിൽഡ് വാട്ടർ മുകളിൽ വെച്ചിട്ട് ചിരിച്ച് വെക്കണം. ഇറ്റ് ടേക്ക് ഒരു ഹാഫ് ആൻ അവർ 30-35 മിനിറ്റ്സ് എടുക്കും. പതുക്കെ ഇത് ഒറ്റി കൂടെ കറങ്ങി എന്നിട്ട് അതിനകത്തൊരു വളരെ ഇൻജീനിയസ് ആയിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ദർ ഇസ് എ നെറ്റ്വർക്ക് ഓഫ് പൈപ്സ് വിച്ച് ഗോസ്. അതെ അത് കാര്യം. അല്ലാണ്ട് ഇതിപ്പോൾ എങ്ങനെ ഇതെല്ലാം ഓരോ സെല്ലിനകത്തോട്ട് വെള്ളം ഒഴിക്കണ്ടേ? ഓരോന്നിനകത്ത് ഒഴിക്കണം. കാര്യം ഇത് ലെഡ് ആസിഡ് ബാറ്ററി, ലിഥിയം അയൺ സീൽഡ് ബാറ്ററി പാക്ക് ഒന്നും അല്ല. അപ്പോൾ നമ്മുടെ 2 ഓപ്ഷനുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഓരോ 10 ദിവസം കൂടുമ്പോൾ സീറ്റ് അഴിച്ച് മറ്റേ സാധനം അഴിച്ച് ഇതിനകത്ത് തുറന്ന് എല്ലാത്തിനകത്തും ഒഴിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ സിസ്റ്റം. ഇത് കുറേ ഹോസുകളാണ്, ഇത് എല്ലാത്തിനകത്തും പോയിട്ട് വെള്ളം നിറയ്ക്കും. ഇത് നിറയ്ക്കാൻ എങ്ങാനും മറന്നു, അല്ലെങ്കിൽ ഇതിപ്പോൾ ഉപയോഗിക്കാൻ അറിയാത്തൊരാളാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു റേവയുണ്ട്, ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോയപ്പോൾ ഒരു 10-20 ദിവസത്തേക്ക് എൻ്റെ തന്ന വണ്ടി, ഞാൻ തിരിച്ച് വണ്ടി തരുമ്പോഴേക്കും ഇത് ഫ്രൈ ആയിട്ടുണ്ടാവും. കാര്യം ഈ വെള്ളം തീർന്നിട്ടുണ്ടാവും, ബാറ്ററി വെള്ളം തീർന്നിട്ടുണ്ടാവും. ബാറ്ററി വെള്ളം തീർന്നു കഴിയുമ്പോഴേക്കും പിന്നെ അബ്സല്യൂട്ട്ലി മെയിൻ്റനൻസ് ഫ്രീ എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും അതിൻ്റെതായ ഒരു മെയിൻ്റനൻസ് ഉണ്ട്. കമ്പയർഡ് ടു ആ ഒരു കറണ്ട് EV വെഹിക്കിൾസ് അത്ര മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇല്ല, അത്ര മെയിൻ്റനൻസ് വരുന്നില്ല. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ വണ്ടിക്കകത്ത് ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ദാറ്റ് കാർ ലിറ്ററലി റൺ ഫോർ എവർ. അതിനകത്ത് വേറെ ഒരു സാധനമില്ല അടിച്ചു പോകാനായിട്ട്. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ലിഥിയം അയൺ ബാറ്ററീസ് വന്ന വണ്ടികൾ പോട്ടെ, അതിന് മുമ്പേ ഈവെറിറ്റോ, മഹീന്ദ്രയുടെ ഈവെറിറ്റോ, അത് തന്നെ. സോ അതിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാര്യം സോഫ്റ്റ്വെയർ ഇഷ്യൂസും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു വണ്ടികൾക്ക്. റേവ വാങ്ങിച്ചിട്ട് അതെ. സോ അതൊന്നും സംഭവിച്ചില്ല. പക്ഷേ എങ്കിൽ ഈവെറിറ്റോ ഒരു ഇൻട്രസ്റ്റിംഗ് പാക്കേജ് ആയിരുന്നു. കാര്യം റൈഡ് നല്ലതാണ്. ഇറ്റ് വാസ് ദ പെർഫെക്റ്റ് ക്യാബ് ആക്ച്വലി. പക്ഷേ അതിൻ്റെയും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദാറ്റ് സ്റ്റിൽ ബോൺ പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് പിന്നെ വന്ന വണ്ടികളിലാണ് ശരിക്കും നമ്മളൊരു റെവല്യൂഷണറി ചേഞ്ച് കണ്ടു തുടങ്ങിയത്. ഐ വുഡ് സേ വിത്ത് ദ നെക്സോൺ ആക്സസിബിൾ ആക്കിയത് ടു എ മോഡേൺ ഇലക്ട്രിക് കാർ. അതിൻ്റെ ആക്സലറേഷനും അതേപോലെ ദി ഓവറോൾ ബിൽഡ് ആൻഡ് ഇറ്റ് വാസ് എ നൈസ് ഫീലിംഗ് കാർ. അപ്പോൾ എക്സാക്ട്ലി ഇറ്റ് ലുക്സ് ലൈക്ക് എ പ്രോപ്പർ കാർ. അപ്പോൾ അതിന് ദർ ഇസ് നോ ടു വേസ് അബൌട്ട് ഇറ്റ്. റേവ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് വിയർഡാണ് കാണാനായിട്ട്. E2 കാണാനും അത്രേ ഉള്ളൂ. റേവ ക്യൂട്ടാണെങ്കിലും E2 വാസ് ജസ്റ്റ് പ്ലെയിൻ വിയർഡ്. അതൊക്കെ വേണ്ടി കാണാനായിട്ട് ഇറ്റ്സ് എ വെരി വിയർഡ് ലുക്കിംഗ് കാർ. അത് വെറിറ്റോ. ഇന്ത്യൻ EV മാർക്കറ്റ് ശരിക്കും ഷേക്കപ്പ് ചെയ്ത് ഒരു എന്തെങ്കിലും സംഭവം ആക്കിയ വണ്ടി നെക്സോൺ EV തന്നെയാണ്. എനിക്ക് 2 ചോദ്യങ്ങളോട് വരാനുണ്ട്. ഒന്ന്, നമ്മൾ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. വാട്ട് ഈസ് ഹാപ്പനിങ് ടു ജാഗ്വാർ? Jaguar is attempting to wipe out history. അതാണ് it's as simple as that. ഇല്ല വേണ്ട. I think it makes sense because JD പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഹിസ്റ്ററിയിൽ വിശ്വസിക്കുന്നില്ല, ആ മൊമെന്റിലാണ് നിൽക്കുന്നത്. മേ ബി ദേ ലേൺഡ് ഇറ്റ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ മോസ്റ്റ് ജീനിയസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എനിക്ക് പേഴ്സണലി ജാഗ്വാർ എന്നുള്ള ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡായിരുന്നു. ബിക്കോസ് ഓഫ് ഹിസ്റ്റോറിക് കാർസ് ലൈക്ക് ദി ടൈപ്പ് ആൻഡ് അങ്ങനത്തെ വണ്ടികളിലൊക്കെ വെച്ചിട്ട് അതൊരു ഭയങ്കര ഒരു നല്ല ബ്രാൻഡായിരുന്നു. XK, പഴയ XK 120, XK 150, ബ്യൂട്ടിഫുൾ കാർസ്. അതൊക്കെ എനിക്ക് മാത്രമേ ഓർമ്മയുള്ളൂ. ലൈക്ക് ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്ക് ആർക്കും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ജാഗ്വാർ XK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10 years back ഒരു ജാഗ്വാറിന് വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് പരിപാടി ആകുമ്പോൾ ജാഗ്വാർ. പക്ഷേ ഇപ്പം ഇല്ല. അത് മറന്നുപോയി. അങ്ങനത്തെ ഒരു സാധനത്തിനെ പറ്റി നമ്മൾ ഓർക്കുന്ന പോലും ഇല്ല.
അങ്ങനെ നോക്കിക്കഴിയുമ്പോഴേക്കും ജാഗ്വാറിൻ്റെ കണക്കിൽ ഇത് ഒരു ജീനിയസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയാൻ കാര്യം ഇങ്ങനെ വല്ലതും ചെയ്തില്ലെങ്കിൽ ആരും അവരെ പറ്റി സംസാരിക്കില്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് നൗ. അല്ലെങ്കിൽ ക്യാൻ യു ഇമാജിൻ 3 people സിറ്റിംഗ് ഇൻ എ റൂം ഈ 2024 ഇരുന്നിട്ട് ജാഗ്വാർ എന്ന് പറഞ്ഞ ഇല്ല, വാട്ട് ആർ ദേ അപ് ടു? അത് ആരും ഇത് ലോകത്തിന്റെ എവിടെയും സംഭവിക്കുന്നില്ല ഇത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു കേരളത്തിന്റെ മുകളിലിരുന്ന് നമ്മളൊരു ഒരു മൂലയിൽ നമ്മളിപ്പോൾ ജാഗ്വാറിനെ പറ്റി സംസാരിക്കുന്നു. യൂട്യൂബ് തുറന്നാൽ ജാഗ്വാറിനെ പറ്റി എല്ലാവരും പറയുന്നു. സോ അങ്ങനെ നോക്കിക്കഴിയുമ്പോഴേക്ക് ഇത്രയും പബ്ലിസിറ്റി, ഇത്രയും മാർക്കറ്റിംഗ് കിട്ടണമെങ്കിൽ അവർക്ക് വേറെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. They had to do this. ഒറ്റ കൈ പ്രയോഗം. ഇത് അവസാനത്തെ അടവാണിത്. ഇത് അത്രേ ഉള്ളൂ. എനിക്ക് 13 ദിവസത്തോടെ കാശുള്ള നിസാൻ. അതെ, ഇതാണ് അവസാനത്തെ അടവ്. തീർന്നു. അവർ നോക്കിയപ്പോൾ ബ്രിട്ടീഷ് ബ്രാൻഡാണ്. നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി പറയുമ്പോൾ നമ്മളൊരു ഇന്ത്യൻ കമ്പനി ഏതായാലും മേടിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കയ്യിലാണ്. അത് വേറെ കാര്യം. അവിടെ കിടപ്പുള്ളൂ. ഒരു ബ്രിട്ടീഷ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സ്റ്റെല്ലാൻഡിസ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ 50s 60s ഭയങ്കര ത്രൈവിങ് ഇൻഡസ്ട്രി ആയിരുന്നു. അത് കഴിഞ്ഞ് 1 by 1 എല്ലാം പൂട്ടിപ്പോയി. സോ യു ഹാഡ് എ ലോട്ട് ഓഫ് സ്പെഷ്യലിസ്റ്റ് മാനുഫാക്ചറേഴ്സ്. അവരെല്ലാവരും പൂട്ടിപ്പോയി. പിന്നെ നൊസ്റ്റാൾജിയ ഉള്ള ഇന്ത്യക്കാർ പോയി വന്ന് അതെ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. കാര്യം ഇപ്പോൾ ആ ബ്രാൻഡിന് ഇത്രയും കാലം ഒരു ഡയറക്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ജാഗ്വാർ വന്ന സമയത്ത് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ഓഫ് ദെയർ ഗുഡ് ഡേയ്സ് എന്ന് തന്നെ പറയാം. കാര്യം ആദ്യത്തെ XF വെരി ബ്യൂട്ടിഫുൾ ലുക്കിംഗ് കാർ. അന്ന് ജാഗ്വാർ വരുമ്പോൾ അതിനൊരു സ്റ്റേറ്റസ് സിമ്പിൾ ഉണ്ടായിരുന്നു. ഒരു ആൾക്കാർക്ക് ഒരു ഡിഫറൻസും ഉണ്ടായിരുന്നു. XF, XJL, XFR ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഒരു എഞ്ചിനാണ് അത്. ദാറ്റ് ഹാസ് പ്രോപ്പർ ക്യാരക്ടർ, എക്സോസ്റ്റ് നോട്ട് ആൻഡ് എവറിത്തിങ് ഇസ് ഗ്രേറ്റ്. XKR, ഓൾ ദീസ് ആർ ഒരു ഭയങ്കര ഒരു അതെ അല്ല. പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തിരിഞ്ഞെങ്കിലും നോക്കും. പക്ഷെ അത് 5 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല. എനിക്ക് പോലും പലപ്പോഴും XE XF ഏതാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെങ്കിൽ നോക്കും. പിന്നെ ഞാൻ ഓർക്കും ഇത് അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും. Not going to buy it or doesn't matter. You're not going to talk about it. Not going to talk about it. അതെ. ഈ F-Pace കൊണ്ടുവന്നിട്ട് പിന്നെ എനിക്ക് തോന്നിയിട്ട് പെനിട്രേറ്റ് നോക്കിയും തോന്നുന്നു. ഒരു ശ്രമിച്ചു സെഗ്മെന്റിലേക്ക് കയറാൻ നോക്കി, but it didn't work out. അതിന്റെ പേര് I-Pace. പേര് പോലും ഓർമ്മയില്ലായിരിക്കും. അപ്പോൾ അതാണ് അതിനൊന്നൊരു ഇമ്പാക്ട് പ്രത്യേകിച്ച് വൈ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. പ്രീമിയം ബ്രാൻഡ്സ് പോലും സർവൈവ് ചെയ്യാനായിട്ട് ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. റോയൽ എൻഫീൽഡ് ഫോർ എക്സാമ്പിൾ. യെസ്. ഇപ്പോൾ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലറും 400cc എഞ്ചിനിലേക്ക് ട്രയംഫും കൂടെ വന്നതോടെ a lot of bike manufacturers in India is actually trying to develop new strategies. Yes. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് റോയൽ എൻഫീൽഡ് ഇലക്ട്രിക്കിലേക്ക് ഫ്ലൈയിങ് ഫ്ലീ. വൈ എൻഫീൽഡ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രി ഇസ് ബിക്കോസ് എൻഫീൽഡ് അവരുടെ ഹിസ്റ്ററിയാണ് എടുത്തുകൊണ്ട് നോക്കുന്നത്. അതെ. സോ ആർമിക്ക് യൂസ് ചെയ്യാനും. അപ്പോൾ അതുകൊണ്ട് 2 കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എൻഫീൽഡിൻ്റെ റീസെൻറ്റ് ഹിസ്റ്ററി നമ്മളൊരു 90s മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 90s മുതൽ 2000 മേ ബി ഒരു 5-6 വരെ ആ ക്ലാസിക്കൊക്കെ ഇറങ്ങണ വരെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ വണ്ടികൾ ഇറക്കി. ആ സമയത്ത് എല്ലാവരുടെയും ഹോബി എന്താ, പഴയ എൻഫീൽഡ് മേടിക്കണം, പുതിയ എൻഫീൽഡ് വേണ്ട, നമുക്ക് മറ്റേ ഹെവി ക്രാങ്കുള്ള വണ്ടി വേണം, മറ്റേ പഴയ എഞ്ചിൻ വേണം. എക്സാക്ട്ലി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഷോറൂമിൽ പോയാൽ അതേ കാണാൻ അതേപോലെയുള്ള 350 കിട്ടും. പക്ഷെ അത് നമുക്ക് വേണ്ട. ദാറ്റ്സ് എ ഫൊഗറ്റബിൾ ടൈം. എൻഫീൽഡിന് തന്നെ അത് മറക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ്. പക്ഷേ അതിന് മുമ്പേ ഉള്ള അവരുടെ നല്ല കാലം ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരികയാണ്. ആൻഡ് ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഇപ്പോൾ ഫ്ലൈയിങ് ഫ്ലീ ആണെങ്കിലും എല്ലാം ദേ ആർ പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് ദേ ആർ സ്റ്റിൽ ഡൂയിങ് ഇറ്റ്. ദാറ്റ് ഈസ് വേ മോർ ഡിഫിക്കൾട്ട് ദാൻ വാട്ട് ജാഗ്വാർ ഇസ് ഡൂയിങ്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ജാഗ്വാർ ചെയ്ത കാര്യം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഔട്ട്ലാൻഡിഷ് ആയിട്ടൊരു സാധനം ചെയ്താൽ പീപ്പിൾ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ഫോർ സം ടൈം. പക്ഷേ എൻഫീൽഡ് ചെയ്യുന്നത് ഇസ് ആക്ച്വലി സംതിങ് വെരി റിമാർക്കബിൾ. കാര്യം ഫ്ലൈയിങ് ഫ്ലീ എന്നുള്ള സാധനം അധികം പേർക്കൊന്നും അറിയില്ല. എനിക്ക് പഴയ വണ്ടിയുടെ ഭ്രാന്തുള്ളതുകൊണ്ട് എനിക്കറിയാം. ആൻഡ് അതേപോലെ ബൈക്ക് എന്തൂസിയാസിനൊക്കെ അറിയാം അതിനെ പറ്റിയിട്ട്. പക്ഷെ അല്ലാണ്ട് നോബഡി ന്യൂ അബൌട്ട് ഇറ്റ്. പക്ഷെ ഇപ്പം എല്ലാവർക്കും അറിയാം. വേൾഡ് വാറിൽ ഇങ്ങനെ ഒരു ബൈക്ക് പാരഷൂട്ടിൽ താഴെ ഇട്ടിരുന്നു, യുനോ, ഇതൊക്കെയാണ് ഇതിന്റെ സംഭവം. ഇപ്പം എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് സംതിങ് ഫിനോമിനൽ. അവർ വണ്ടികൾ ബിയർ 650 അവിടെ പോയി അത് നടക്കുന്നിടത്ത് പോയിട്ടാണ് അവർ അതിനെ ലോഞ്ച് ചെയ്യുന്നത്. അതെ. അവരെ കൾച്ചറുമായിട്ട് ഭയങ്കര അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ അവരെങ്ങനെ ഗോവയിൽ അവർ ട്രിപ്സ് തുടങ്ങി, റാലീസ് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് റാലീസ് തുടങ്ങി. കമ്മ്യൂണിറ്റി അവർ കേറ്റർ ചെയ്ത് ബിൽഡ് ചെയ്തിട്ടാണ് അവർ അതിനെ കൊണ്ടുവരുന്നത്. ദാറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് അറ്റ് ഇറ്റ്. സോ ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കി കാണാനുള്ള ഒരു വലിയൊരു ബ്രാൻഡ് ടൂ വീലർ ഇൻഡസ്ട്രിയിൽ EV അൾട്രാ വയലറ്റ് ആണ്. അതെ. ലൈക്ക് ദേ കേം ഔട്ട് ഓഫ് nowhere. Everybody is talking about it. Even in international market, they are getting recognized very much. Yes. So what do you see in them? Like, what's the future for them? Ultraviolet, I wish them a very bright future because എനിക്ക് അവരുടെ പ്രോഡക്റ്റ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് ലുക്സ് റിയലി നൈസ്. ഇറ്റ് ലുക്സ് വെൽ എഞ്ചിനീയർഡ്, futuristic. അതെ.
പക്ഷെ അവർക്ക് ആ കൂടെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അതൊരു നീഷ് പ്രൊഡക്റ്റാണ്. ആസ് ഓഫ് നൗ ആ ഒരു സൂപ്പർ സ്പോർട്ട് എന്നുള്ള ആ ഒരു ബോഡി സ്റ്റൈല് തന്നെ കുറച്ച് നീഷാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ കുറ്റമല്ല, മാർക്കറ്റിന് അത്രയും സൈസ് ഉള്ളൂ. നമ്മളൊരു കേരള യൂസറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പൊതുവെ ഒരു ഇന്ത്യൻ യൂസറിനെ സംബന്ധിച്ചോ 0 to 100 7 സെക്കൻഡിൽ 2-വീലർ പോകാനുള്ള റോഡില്ല നമുക്ക്. ഇല്ല. ആൻഡ് ആ ഒരു കമ്മിറ്റഡ് പൊസിഷനിൽ ഇരുന്നിട്ട് നമുക്കൊരു ഡെയിലി യൂസിനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബട്ട് ഐ തിങ്ക് അവർ ആ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ തന്നെ ഇത് വണ്ടിയും കൊണ്ട് ഓഫ് റോഡ് പോകുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടായിരുന്നു. സോ ഐ എം ഷുവർ ഒരു EVയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ദാറ്റ് വൺ പ്ലാറ്റ്ഫോം ക്യാൻ സ്പോൺ മൾട്ടിപ്പിൾ വേർഷൻസ് ഓഫ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ഒരു ഡെയിലി റൈഡബിൾ വേർഷൻ അവർ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് റെസ്പോൺസ് ഷുഡ് ബി ഗ്രേറ്റ്. ബിക്കോസ് ഇതുവരെ ആരും ആ വണ്ടിക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇറ്റ് ഡസൻറ്റ് കം ടു മൈ നോട്ടീസ് അങ്ങനെ പറഞ്ഞതായിട്ട്. ഇല്ല, ആക്ച്വലി ഇല്ല. എവരിബഡി ഈസ് ഹാവിങ് എ വെരി ഗുഡ് റിവ്യൂ അബൌട്ട് ഇറ്റ്. ആൻഡ് ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഡൂയിങ് R&D, വർക്കിംഗ് ഓൺ ഇറ്റ്. കുറച്ച് ഡിലേസ് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും അവരത് ശരിയാക്കിയിട്ടേ ഇറക്കുന്നുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ ദേ ഹാവ് മൈ റെസ്പെക്ട് ഫോർ ദാറ്റ്. പ്രോബ്ലി അവരും ഏത്തറുമായിരിക്കും ആ കാര്യത്തിൽ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് യെസ്, വന്നിട്ടുള്ളത്. 100%. ഏത്തറിൻ്റെ കാര്യം ദാറ്റ് ഈസ് ഓൾസോ എനിക്ക് ഒരു ഇന്ത്യൻ ഇലക്ട്രിക് 2-വീലർ അല്ലെങ്കിൽ ഇന്ത്യൻ ഈവൻ 2-വീലേഴ്സ് എനി ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പോലും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു ബ്രാൻഡാണ് ഏത്തർ. ബിക്കോസ് ദാറ്റ് വെഹിക്കിൾ നെവർ ഫെയിൽസ്, ഇറ്റ് ഓൾവേസ് റൺസ്. ഒരു വണ്ടിയുടെ ഫണ്ടമെൻ്റൽ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഓടണം, ഓടി നമ്മളെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ പവറുണ്ടോ പവർ ഇല്ലേ, കാണാൻ കൊള്ളാവോ, അതൊക്കെ വേറെ സെപ്പറേറ്റ്. കാണാൻ കൊള്ളായിട്ട് നമ്മൾ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ചാരി എന്നിട്ട് ഇത് ഓടണില്ല എന്ന് പറഞ്ഞ് നോക്കി എന്നിട്ട് കാര്യമില്ലല്ലോ. അതെ, അപ്പോൾ അതിൽ കാര്യമില്ലല്ലോ. ആ ഒരു പോയിന്റിൽ ഏത്തർ ഇസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. യെസ്, ഫസ്റ്റ് യൂസറിന് അപ്രോച്ചബിൾ ആയിട്ടുള്ള വിലയല്ല, പക്ഷേ വർത്താണ്. പക്ഷേ അതിനൊരു ഇതുണ്ടല്ലോ, മറ്റേ ഫാസ്റ്റ് പ്ലസ് ചീപ്പ് ഇസ് നോട്ട് റിലയബിൾ, ഫാസ്റ്റ് ആൻഡ് റിലയബിൾ ഇസ് നോട്ട് ചീപ്പ്, ചീപ്പ് ആൻഡ് റിലയബിൾ ഇസ് നോട്ട് ഫാസ്റ്റ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഇറ്റ് ഇസ് ട്രൂ എന്തൊക്കെ പറഞ്ഞാലും. ഒരു ആദ്യത്തെ പ്രോഡക്ട്സ് എല്ലാം അറൌണ്ട് 40,000 rupees നഷ്ടത്തിലായിട്ടുണ്ടായിരുന്നു. യെസ്, അത്രയും അങ്ങനെയാണ് അവർ മാർക്കറ്റിലേക്ക് എത്താനുള്ള ഒരു ഇതിലേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ ഏത്തറിൻ്റെ ജനറേഷൻ അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇവിടെ കേരളത്തിൽ ഇറങ്ങിയത് 450X എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. സോ വാട്ട് ഐ ഹാവ് ഇസ് ദി ഓൾഡർ വൺ. അത് 450X അല്ല, അതിന് മെക്കാനിക്കലി എല്ലാം കുറച്ച് കാണാൻ സെയിം ആണെങ്കിലും മെക്കാനിക്കലി കുറേ വ്യത്യാസങ്ങളുണ്ട്. സോ ഈ പ്രോഡക്റ്റ് ആദ്യം ഇത് ഇറങ്ങുന്നത് ബാംഗ്ലൂരാണ്. സോ ഞാൻ അന്ന് ചെന്നൈയിൽ വർക്ക് ചെയ്യുക. സോ ബാംഗ്ലൂർ ഈ പ്രോഡക്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞ് എനിക്കിപ്പോഴാണ് അന്ന് ട്രെയിനൊക്കെ പിടിച്ച് ഞാൻ ബാംഗ്ലൂർ പോയി. ആ ലോഞ്ചിൻ്റെ അന്ന് തന്നെ ഞാൻ പോയിട്ട് ഇത് ബുക്ക് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ അഡ്രസ്സ് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെന്നൈയിലാണ്. അപ്പോൾ അവർ പറഞ്ഞു വണ്ടി തരാൻ പറ്റില്ല. ഓ, ലൈക്ക് അല്ല, എനിക്ക് ടെമ്പററി നമ്പർ എടുത്ത് തന്നാൽ മതി, ഞാൻ അവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്തോളാം. എന്നല്ലേക്കില്ല, അങ്ങനെ പറ്റില്ല. ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല, ഞാനൊരു ബാംഗ്ലൂർ അഡ്രസ്സ് തരാം, നിങ്ങൾ എന്നിട്ടത് ചെന്നൈയിൽ ഉപയോഗിക്കാൻ പോകണോ? ഞാൻ പറഞ്ഞു അതെ, അത് പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിക്കാം, ശരി ഇതൊന്നും ഒരു ഫെരാരി സ്വഭാവമാണല്ലോ, കാര്യം നിങ്ങൾക്ക് വണ്ടി തരാം പക്ഷേ നിങ്ങൾക്ക് വേണ്ട പോലെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ സ്റ്റാർട്ടഡ് ആസ്കിങ്, എന്തുകൊണ്ട് നിങ്ങൾ തരാൻ പറ്റില്ല, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ, എന്താ പ്രശ്നം എന്താണിത്? അപ്പോൾ അവർ പറഞ്ഞു അതല്ല, വി ആർ ഓൾസോ ലേണിംഗ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അന്ന് ഷോറൂംസ് ഇല്ല, അന്ന് കമ്പനി എക്സ്പീരിയൻസ് സെൻറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇന്ദ്രാനഗർ അവർക്കൊരു എക്സ്പീരിയൻസ് സെൻറ്റർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മളിതിപ്പോൾ ഈ ആദ്യത്തെ ബാച്ച് വണ്ടികളെല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്യുകയാണ്. ഇതിന് യു ആർ കണക്റ്റഡ് ടു ദി ഏത്തർ സെർവേഴ്സ് എനിവേസ്. അപ്പോൾ നമ്മളിതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളതപ്പോൾ ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞ് മച്ച് ലേറ്ററാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. പക്ഷേ ആ സമയത്ത് വരെ വീട്ടിൽ വന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആയിരുന്നു സർവീസ് കേട്ടോ. കാര്യം അത്രയും കുറച്ച് വണ്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അന്ന് വണ്ടിയുടെ കൂടെ ഒരു സർവീസ് പാക്കിങ് സാധനങ്ങളും ഉണ്ട്. സോ ഇൻ കേസ് എങ്ങാനും വണ്ടി നിന്ന് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ദേ വുഡ് ഇമീഡിയറ്റ്ലി കം ആൻഡ് പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഗോ. അല്ലെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് എന്തോ ഒരു ഇഷ്യൂ ആദ്യം ഉണ്ടായിട്ട് ഞാൻ വിളിച്ചപ്പോഴേക്കും അവർക്ക് ആ ഇഷ്യൂ അവിടെ ലോഗായി ഓൾറെഡി. അതാണ് അവരുടെ ഒരു ഡെവലപ്മെന്റ് തുടങ്ങണത് തന്നെ അങ്ങനെയാണ്. സോ ദാറ്റ് ക്വാളിറ്റി യു കാൺ ബീറ്റ്. കമ്പനിയുടെ വിഷനും കൂടാണ്, അല്ലെങ്കിൽ ഒരു അപ്രോച്ച്. എന്റെ വണ്ടി ഓടണം എന്ന് തോന്നിയാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. കാര്യം അത് ദാറ്റ് കംസ് ഫ്രം ദ ടോപ്പ്. അത് മുകളിൽ ആ ഒരു വിഷനും ആ ഒരു ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രോഡക്റ്റ്. നോ, വോളിയം ബേസ് സെയിൽസ് അല്ല അവർ ഇനിഷ്യലി ഫോക്കസ് ചെയ്ത കാര്യം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് ഇത് പറയാം, ഓല പറയാം. ഓല നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യാൻ ആപ്പ് തുറന്നാൽ പോലെ ഒരു അല്ല ക്യാബിൻ്റെ ഒരു സ്കൂട്ടർ വാങ്ങിച്ചൂടെ എന്ന് പറഞ്ഞാൽ അത് ചോദിക്കും. അത് ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഒരു ലോറിയിൽ കൊണ്ട് കാശ്മീർ കൊണ്ട് ഡെലിവർ ചെയ്യുന്നു. കാശ്മീർ ഇത് കിട്ടിയിട്ട് ഇവന് പിറ്റേ ദിവസം സ്റ്റാർട്ട് ആയില്ല, അവർ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. സോ ദാറ്റ്ലി ഇന്ത്യയിൽ അതാണ് സെയിൽ കൂടുതൽ. അഫോർഡബിലിറ്റിയുടെ ഒരു ഫാക്ടർ. ഇവർക്ക് സ്കെയിലപ്പ് ചെയ്യാൻ കുറേ ഡിലേ വന്നു. ആദ്യം ബാംഗ്ലൂർ മാത്രമായിരുന്നു, പിന്നെ പതുക്കെ ബാംഗ്ലൂരും ചെന്നൈ. ദാറ്റ്സ് വെൻ ഐ ഗോട്ട് മൈ സ്കൂട്ടർ. ഇപ്പം ഞാൻ മേടിക്കുമ്പോഴും ഷോറൂംസ് ഇല്ല. ഇറ്റ് വാസ് ഓൺലി ദാറ്റ് എക്സ്പീരിയൻസ് സെൻറ്റർ. ബാക്കി എല്ലാം ഓൺലൈനാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും, സർവീസ് ചെയ്ത് തിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും ഒരു പ്രീമിയം മോഡലായിരുന്നു.
പക്ഷേ അത് പക്ഷെ കയറി വരുന്നുണ്ട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ റിസ്ത കുറച്ചുകൂടി ഫാമിലി ഫ്രണ്ട്ലി സ്കൂട്ടർ ഇറക്കിയിട്ടുണ്ട്, പിന്നെ അവർ എനിക്കോട് പരസ്യങ്ങളും കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. ഫോക്കസ്ഡും ആക്കി. അതായത് 450 വണ്ടികളെല്ലാം കുറച്ചുകൂടെ സ്പോർട്ടി സ്പോർട്ടി. റിസ്ത പക്ഷെ കുട്ടികളെ വെച്ചാൽ മൊത്തം ആടും. മനസ്സിലായി. ഫാമിലി സോറി കാറല്ല ബൈക്ക്. അതെ, ഫാമിലി സ്കൂട്ടർ ആയിട്ടാണ് അവർ കാണിക്കുന്നത്. പൊസിഷൻ ചെയ്യാനൊക്കെ കുറച്ചുകൂടെ പഴയ മാരുതി ചെയ്ത പരിപാടിയായിരുന്നു. അതെ, ഒരു 800 പരസ്യമുണ്ട്. ഒരു ഫാമിലി വന്നിട്ട് 800 അപ്ഗ്രേഡ് വരിക, അത് തുറക്കുമ്പോൾ പുതിയ 800 വരും. അപ്പൊ ഇവരുടെ ഡ്രസ്സ് മാറും. സാരി എടുത്തിരുന്ന ഒരു ചുരിദാറാവും. ഇതേ പരിപാടി ഇപ്പം ഏതൊരു ചെയ്യുന്നത്. എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്കൊക്കെ. അല്ല, പക്ഷെ ദാറ്റ് വാസ് എ മച്ച് നീഡഡ് പ്രൊഡക്റ്റ് ഓൾസോ. കാര്യം ഒരു എത്ര 450 വൈൽ ഇറ്റ് വാസ് വെരി പ്രാക്ടിക്കൽ സ്കൂട്ടർ. ഫ്ലാറ്റ് ഫുട് ബോർഡ് ഉണ്ടായിരുന്നു, അകത്ത് ഫുൾ ഹെൽമെറ്റ് കയറും, കാര്യം സത്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്പോർട്ടി സ്റ്റാൻഡ്സും സ്പോർട്ടി ഡ്രൈവിംഗും എല്ലാം വെച്ച് പ്രായമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫാമിലി സ്കൂട്ടർ വിത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നത്. ഇപ്പോൾ ലക്ഷറിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഒരു പെർഫോമൻസിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ പ്രാക്ടിക്കാലിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും കൂടുതൽ സ്പോർട്ടിയും ലക്ഷറിയസ് ആക്കാനാണ് നോക്കുന്നത്. പ്രാക്ടിക്കാലിറ്റി ഈസ് ടേക്കിംഗ് എ ബാക്ക് സീറ്റ്. ഇപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ B60 അവരുടെ ആ വണ്ടി കാണിക്കുന്നത്, ഐ ഡോണ്ട് നോ ഹൗ പ്രാക്ടിക്കൽ ഇറ്റ് വിൽ ബി. കാര്യം ഡ്രൈവറിന് ഒരു കോക്പിറ്റ് പോലെ, ഇപ്പുറത്തൊരു തിയേറ്റർ, അതൊക്കെ ഉണ്ട്. സോ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പം നമ്മുടെ സിറ്റീസിലൊക്കെ പലവരും പാർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്കറിയാം. നമുക്ക് ഡോറ് തുറന്ന് ചിലപ്പോൾ ഇപ്പുറത്ത് കൂടെ ഇറങ്ങേണ്ടി വരും, അപ്പുറത്തൂടെ ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ ഈ MG കോമറ്റ് ഓടിച്ചിട്ടുള്ള ആൾക്കാരടുത്ത് വെച്ചാൽ മതി. അതൊരു ബോണി EV ആണ്. ഈ ബോണി EVയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ട്രഡീഷണൽ ഐസ് കാറിനുള്ള പോലത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല അതിന്. അപ്പോൾ റേവ ആണെങ്കിലും നമുക്കിപ്പോൾ ഏത് ഡോറിൽ കൂടെ കയറിയാലും ഇപ്പുറത്ത് കൂടെ ഇറങ്ങാം. കാര്യം അതിന് വേറെ കൺസോളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഒരു പെട്രോൾ കൺവേർട്ടഡ് ടു ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാവും അതിന്. വേറെ ഒരു പ്യുവർ EVക്ക് അതൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഇൻ ആൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഇസ് ദാറ്റ് നമുക്ക് ചിലപ്പോൾ ഈ റൈറ്റ് ഡോറിനോട് ചേർത്ത് പാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. നമുക്ക് ഇപ്പുറത്തൂടെ ഇറങ്ങിയാൽ പോവാം. ഇതിപ്പോൾ ആവശ്യമില്ലാണ്ട് വെറുതെ ഒരു കോക്പിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. മഹീന്ദ്രയ്ക്ക് എനിക്ക് ഒന്ന് പാർക്കിംഗ് അസിസ്റ്റൻസും കാണുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് ഫോണിൽ കൂടെ ചെയ്യാൻ ഫസ്റ്റ് ജനറേഷൻ ആണ്. സോ ഉറപ്പായിട്ടും ഇതുവരെ അഡാസ് ആർക്കും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരു അഡാസ് ഉള്ള വണ്ടി ഹൈവേയിൽ ഇതേപോലെ ഓടിച്ചു വന്നു. ആക്സിഡന്റ് ആയില്ല ഭാഗ്യത്തിന്. ഓടിച്ചു വരുമായിരുന്നു. അത് റോട്ടിലെ ലൈനൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷെ എവിടെയോ വെച്ച് ലൈൻ വരച്ചിരുന്ന കോൺട്രാക്ടർ പുള്ളി പണി നിർത്തി. അപ്പോൾ പണി നിർത്തിയത് മാത്രമല്ല, പണ്ടടിച്ചവൻ്റെ പെയിന്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ വഴിക്കാണ് പോകുന്നത്. അവിടെ നിന്ന് റോഡൊക്കെ മാറി ഇത് ഇങ്ങോട്ടായി. ഇതെന്റെ സിലബസിൽ ഇതെനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും എക്സിസ്റ്റ്. കാര്യം ഈ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് എൻഡ് ഇൻഫ്രാസ്ട്രക്ചറും കൂടെ വേണം. അതില്ലാത്ത സ്ഥിതിക്ക് ഈ ഓട്ടോ പാർക്ക് ഓട്ടോ പാർക്ക് വണ്ടിക്കകത്ത് മനുഷ്യരുന്നിട്ടുള്ള ഓട്ടോ പാർക്ക് നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പസാട്ട് തൊട്ടുണ്ട്. ജെൻ 2 പസാട്ട് തൊട്ട് ഓട്ടോ പാർക്ക് വരുന്നുണ്ട്. പല ജർമ്മൻ വണ്ടികൾക്കുണ്ട്, കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതുവരെ ഉപയോഗിക്കുന്ന ആരും എനിക്കറിയാൻ പാടില്ല. നോബഡി ഈസ് യൂസിങ് ദാറ്റ് ഓട്ടോ പാർക്ക് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഫിഡ്ലി. അത് നമ്മൾ വണ്ടിക്കകത്തുണ്ട്, നമുക്ക് യു സ്റ്റിൽ ഹാവ് കൺട്രോൾ ഓഫ് ദ ഗിയേഴ്സ് ആൻഡ് ദ ബ്രേക്ക്. എന്നിട്ടത് ഫീസിബിൾ അല്ല. ഈ റിമോട്ടിൽ പാർക്ക് ചെയ്യല് വിലൗട്ട് വെയിറ്റ് അത് അഗൈൻ ഒരു 5 ദിവസം ഉപയോഗിക്കുമായിരിക്കും. അതിൽ ഇറ്റ് ഈസ് ഈസിയർ ടു ജസ്റ്റ് പാർക്ക് ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഗോ. ആദ്യം വണ്ടി ഓടിച്ച് തുടങ്ങുമ്പോൾ ക്യാമറ നോക്കി നമ്മൾ പാർക്ക് ചെയ്യും. അതെ, ഇപ്പൊ അത് പുറകിൽ എന്തെങ്കിലും വസ്തു ഉണ്ടോ നോക്കാനല്ലാതെ, അല്ലെങ്കിൽ സൈഡ് നോക്കി തന്നെ പാർക്ക് ചെയ്യുന്നത്. അത് അത്രേ ഉള്ളൂ. അത് ആദ്യം കുറച്ച് ഉണ്ടോന്നല്ലാതെ 360 ഡിഗ്രി ക്യാമറ ഇപ്പോൾ ഒരു ഭയങ്കര പോപ്പുലറായ ഫീച്ചറാണ്. അത് ശരിക്കും ഫങ്ഷണലായിട്ടുള്ള 360 ഡിഗ്രി ക്യാമറ കുറച്ച് പ്രീമിയം വണ്ടികൾക്കേ ഉള്ളൂ. ബാക്കി ഒരു ലോവർ എൻഡ് കാറുകളിലോട്ട് കാണുന്ന 360 ക്യാമറ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തലവേദന എടുക്കും. കാര്യം എല്ലാം കൂടെ ഒരു കംപ്രസ്ഡായി ഒരു എവിടെ നിന്നും ഒന്നും ബന്ധമില്ലാത്ത പോലത്തെ ഒരു സാധനം. കാര്യം നമുക്ക് ഇത്രയും കാലം 2 മിററും 3 മിറർ വെച്ച് നമുക്ക് അത്യാവശ്യം ഒരുവിധം ആൾക്കാർക്ക് എല്ലാവർക്കും ഓടിക്കാൻ അറിയാം. ഓർ അറ്റ്ലീസ്റ്റ് 90% ഓഫ് ഇന്ത്യ ഇപ്പോൾ 2 മിററും താങ്ക്ഫുള്ളി തുറക്കുന്നുണ്ട്. ഒരു 20 കൊല്ലം മുമ്പേ ലെഫ്റ്റ് മിറർ ഉണ്ടായിരുന്നില്ല മിക്ക വണ്ടികൾക്കും. LXIക്ക് ലെഫ്റ്റ് മിറർ ഇല്ല, VXIക്ക് ലെഫ്റ്റ് മിറർ ഉണ്ട്. ആ കാലത്ത് നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് എത്തിയത്. ഇപ്പോൾ 360 ഇല്ലാണ്ട് ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റും. അതെ, അപ്പോൾ അത് ഫുൾ ഓപ്ഷൻ്റെ ഫീച്ചറായിരുന്നു നേരത്തെ മിറർ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇവിടം വരെ എത്തി. പക്ഷേ ഈ 360 ഡിഗ്രി ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോ പീപ്പിൾ ആർ ആക്ച്വലി കുറേയും കൂടെ ഈ യൂട്ടിലിറ്റിയിൽ നിന്ന് മാറിയിട്ട് കമ്മിങ് ബാക്ക് ടു യുവർ പോയിന്റ്, ഇങ്ങനത്തെ ഓരോ സൂപ്പർഫിഷ്യൽ കാര്യങ്ങളിലോട്ടാണ് ഇപ്പോൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണേ. ഇപ്പോൾ നമ്മൾ പറയുക, ഇപ്പോൾ ഒരു പരസ്യത്തിൽ വാട്ട് സൗണ്ട്സ് ഫാൻസിയർ,
ഇടത്തെ സീറ്റിൽ നിന്ന് വലത്തെ ഡോറിൽ കൂടെ ഇറങ്ങാൻ പറ്റുന്നുള്ളതാണോ, അതോ നമ്മുടെ എയർക്രാഫ്റ്റ് പോലത്തെ മറ്റേ ഗിയർ നോബുണ്ട് എന്ന് പറയുന്നതാണോ കുറച്ചുകൂടെ ഫാൻസി ആവുന്നത്? അതൊരു USP ആയിട്ട് അതെ, കമ്പനിക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൺലി എ റിയാക്ഷൻ ടു ചേഞ്ചിങ് മാർക്കറ്റ്. XUV ഫാനാണ്. ഫസ്റ്റ് ലുക്കിൽ വാവ് എന്ന് തോന്നി, സെക്കൻഡ് ലുക്കിൽ ഓക്കെ, തേർഡ് ലുക്കിൽ ഓക്കെ, ഇത് ഈ വണ്ടി ഉണ്ടെന്ന് എനിക്കറിയാം, ഇതാണ് തോന്നിയത്. മഹേന്ദ്ര പൊതുവെ മഹേന്ദ്രയ്ക്ക് സ്രാവിനെ പിടിക്കലും കടുവ പിടിക്കലും ഒക്കെ പണ്ടോട്ടേ ഉണ്ട്. ഇപ്പൊ വന്നിട്ട് ഈ വണ്ടി കാണുമ്പോഴും അത് തന്നെ തോന്നുന്നത്, വാവ്. ഈ രണ്ടാമത് കാണുമ്പോ, മൂന്നാമത് കാണുമ്പോൾ ദിസ് നോട്ട് മൈ കൈൻഡ് ഓഫ് ഈ ഒരു സാധനമുണ്ട്. പക്ഷെ മഹേന്ദ്ര കുറച്ചുകൂടെ കസ്റ്റമേഴ്സിനെ അറിയാം അവർക്ക്. ഇപ്പൊ താർ വിൽക്കുന്നത് ഒരു മഹേന്ദ്ര വണ്ടി 6 മാസത്തിൽ, എല്ലാ മഹേന്ദ്ര വണ്ടി 6 മാസത്തിൽ കൂടുതൽ ബുക്ക് ചെയ്യാന്നാണ് പറയുന്നത്. അതെ, ദേ നോ ദ കസ്റ്റമേഴ്സ്. താർ ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബീസ്റ്റ് എന്ന് തന്നെ പറയാം. കാര്യം താർ ഇസ് സെല്ലിംഗ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഇറ്റ് ലുക്സ് ലൈക്ക് എ റാംഗ്ലർ. അതിൻ്റെ ഒരു പക്ഷേ ഐ എം നോട്ട് സേയിങ് ഇറ്റ് ഇസ് എ ചീപ്പ് കോപ്പി ഓഫ് റാംഗ്ലർ. ഇറ്റ് ഇസ് എ വെരി കേപ്പബിൾ കാർ, വളരെ നല്ല വണ്ടിയാണ്. എനിക്കും എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇന്ത്യൻ വെഹിക്കിൾസ് ആണ് താർ, ദ 3-door താർ. കാര്യം അതിന് അതിൻ്റേതായ ഒരു ക്യാരക്ടർ ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷേ ആ ക്യാരക്ടർ കുറേ ഉണ്ടാവുന്നത് ഇസ് ഫ്രം ദ ജീപ്പ്. അത് ദാറ്റ് ഓൾസോ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ ആ ഒരു ഇതിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എടുക്കുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് റാംഗ്ലറിനാണെങ്കിൽ പോലും 30 ലക്ഷം രൂപ വരും. വിത്ത് ആ 3.6 പെൻറ്റാസ്റ്റാർ എഞ്ചിനുള്ള 5-door റാംഗ്ലറിന് 30 ലക്ഷം രൂപ, 28 ലക്ഷം രൂപ, 26 ലക്ഷം രൂപ റേഞ്ച്. അതിനേക്കാൾ രസമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താറിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ഓടിക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഓടിക്കാനായിട്ട് എളുപ്പമാണ്, മെയിൻ്റനൻസ് എളുപ്പമാണ്. മഹീന്ദ്രയുടെ മറ്റേ എം സ്റ്റാലിയൻ പെട്രോൾ എഞ്ചിൻ ഇസ് വെരി നൈസ്, വെരി റിലയബിൾ, ഒരു കുഴപ്പമില്ല. എന്തിനാണ് നമ്മളപ്പുറത്ത് 3 കിലോമീറ്റർ മൈലേജുള്ള ആ വണ്ടി ഓടിക്കണേ? അത് വേറെ കഥ. താർ ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ഇന്ത്യൻ കൺസ്യൂമർ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്ന വണ്ടി സ്കോർപിയോ XUV 700 ദിസ് ഇസ് പ്യുവർ മഹീന്ദ്രയുടെ സ്വന്തം എഫേർട്ടിൽ ഉണ്ടായ ഒരു മാർക്കറ്റ് തന്നെയാണത്. മഹേന്ദ്ര അതുപോലെ ചെയ്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, മഹേന്ദ്ര ഒരുപാട് ബിലോ 10 lakhs കാറുകൾ ഇറക്കി പണിപാളി തിരിച്ചു പോയിട്ടുണ്ട്. കുറെ ഇറക്കി അവർ കുറെ സെഗ്മെന്റ്സ് പെനിട്രേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ MPV നോക്കിയിട്ടുണ്ട്, അവര് മറ്റേ ഈ ബിലോ 10 lakhs ഹാച്ച്ബാക്ക് നോക്കിയിട്ടുണ്ട്. EVയിൽ അവരെ ലേൺ ചെയ്തു. ഞങ്ങൾ ഇനിയും എൻ്റെ ഇന്ത്യൻ കോമ്പറ്റീറ്ററുമായിട്ട് ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നില്ല, ലെറ്റ്സ് പുട്ട് അവർസെൽവ്സ് എബോവ് ദം. അപ്പോൾ അവരുടെ ഒരു ലാസ്റ്റ് വണ്ടി ഇറക്കിയതിനെ, ആ വണ്ടി ഇറക്കിയതിനെ ഒരു ജനറേഷൻ പിന്നിലാക്കി. അതെ, XUV 400 സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗിവൺ എൻ ഓപ്ഷൻ ടു മഹീന്ദ്ര അവരങ്ങനത്തെ ഒരു വണ്ടി ഇറക്കിയിട്ടേ ഉണ്ടാവില്ല. കാര്യം അത് സത്യം പറഞ്ഞാൽ എനിക്കത് മറ്റേ എല്ലാവരും ശല്യപ്പെടുത്തുന്നത് മഹീന്ദ്രൻ്റെ EV ഉണ്ടാക്കണില്ലേ, നിങ്ങൾക്ക് ഉണ്ടാക്കണില്ലേ എന്ന് ചോദിച്ചത് കൊണ്ട് അവരുണ്ടാക്കിയൊരു വണ്ടിയാണ്. ബിക്കോസ് ഇപ്പോഴത്തെ ഈ ഇൻഗ്ലോ SUVs ഒരു ദിവസത്തിലുണ്ടായ വണ്ടിയല്ല. ദാറ്റ് ഹാസ് ബീൻ ഇൻ ഡെവലപ്മെൻറ്റ് ഫോർ സം ടൈം. അപ്പോൾ അവരുടെ മനസ്സിൽ ശരിക്കും ലെഫ്റ്റ് ദെംസെൽസ് അവർ ഈ വണ്ടി ഇറക്കിയാൽ, മറ്റേത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇൻറ്ററിം പ്രൊഡക്റ്റാണ്. അപ്പോൾ അവരുടെ ഈ 300 ഷെല്ലുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അതിൽ കുറച്ച് ഇതും കൂടെ കയറ്റി നമുക്കത് അങ്ങനെ ഇതൊന്ന് യൂസ് ചെയ്യും. അതെ, വലുതായിട്ട് വരാം. അതെ, അങ്ങനെ പറഞ്ഞ് നമ്മളൊരു പോഡ്കാസ്റ്റിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് Mahindra was one of the first manufacturers to bring EV to the Indian market. One of the first. Yeah. So അവർക്ക് അതിനുശേഷം വേറൊരു വണ്ടിയും ഇല്ലായിരുന്നു. പക്ഷേ മഹീന്ദ്രയുടെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര അതെല്ലാം അവരുടെ കോർ ടെക്നോളജി ആയിരുന്നില്ല. മഹീന്ദ്ര അതെല്ലാം എക്വസിഷൻ ആയിരുന്നു. സോ ദേ ബോട്ട് റേവേനെ. പക്ഷേ മഹീന്ദ്രയിലോട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ കമ്പനിയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റ് സ്കിൽ അവന്മാർക്ക് ഉണ്ടാവാറില്ല പൊതുവെ. അതിലാണ് റെവയ്ക്കും റെവയുടെ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നത് ചേതൻ മൈനിയാണ്, ഓഫ് മൈനി ഗ്രൂപ്പ്. പുള്ളിയുടെ ഒരു വിഷനിലാണ് ആ വണ്ടി അന്ന് ഉണ്ടാക്കിയത് റേവ. E2O എന്തൊക്കെ പറഞ്ഞാലും ആ സമയത്തേക്ക് ഇറ്റ് വാസ് റെവല്യൂഷണറി ബിക്കോസ് ലിഥിയം അയൺ ബാറ്ററി വന്നു, സാധനങ്ങളൊക്കെ വന്നു. ടെക്നിക്കലി അത് ഡെവലപ്പായി, പക്ഷേ ബോഡി കുറച്ച് വിയർഡായിപ്പോയി. അഗൈൻ ഒരു 2-door കാർ ഇന്ത്യയിൽ വർക്ക് ചെയ്യില്ല. അന്നും വർക്ക് ചെയ്തിട്ടില്ല, ഇന്നും വർക്ക് ചെയ്തിട്ടില്ല, ഇനി ഫ്രണ്ടിലും വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം നമുക്ക് നോക്കാൻ സിയാറ, ഇറ്റ് വാസ് നോട്ട് എ ബിഗ് സക്സസ്. പോളോ, മറ്റേ GTI ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉണ്ട്. കൾട്ട് സ്റ്റാറ്റസ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എ കമേഴ്ഷ്യൽ സക്സസ്. കൾട്ട് സ്റ്റാറ്റസ് പൊതുവേ മാർക്കറ്റിൽ ഫെയിലായ എല്ലാ വണ്ടിക്കും കൾട്ട് ഇത് കിട്ടും. പക്ഷെ അത് ആരും മേടിച്ചില്ല ആ സമയത്ത്. ലൈക്ക് എന്തോരം ഡിസ്കൗണ്ട് ചെയ്തു, 36 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറക്കി, പിന്നെ 20-something ആയി, 19.99 ആയി. അവസാനത്തെ ഓഫറിൽ 1499 എക്സ്ഷോറൂം വരെ വന്നായിരുന്നു വണ്ടി. 50% കട്ട്. അതെ, അന്ന് എടുത്തവർക്കാണ് അത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ 80,000 കിലോമീറ്റർ ഓടിച്ചിട്ട് 23 ലക്ഷം രൂപയാണ് ആൾക്കാർ ചോദിക്കുന്നത്. സോ ഏതൊരു കണക്കാണ് കണ്ടായിരുന്നു, ഈ ഇന്ത്യയിൽ പകുതി GTI കേരളത്തിലാണ് കണ്ട. അങ്ങനെ എന്തോ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ടീം BHP ഒരു വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്, ബൈ കളർ, ബൈ എല്ലാം ഗ്രേഡ് ചെയ്തിട്ട്. അതെ, റെയർ കളർ എന്ന് പറയുന്നുണ്ട്, ഏതോ അല്ല 4 കളേഴ്സാണ് ഇതിന് ഉണ്ടായിരുന്നത്. റെയർ ആയിട്ട് എൻ്റെ അറിവിലേക്ക് ഒന്ന് സിൽവർ ആയിരിക്കും, സിൽവറോ ബ്ലാക്കോ ആണ്
റയറായിട്ടുണ്ടാവുന്നത്. നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി 2025 ഇപ്പം നമുക്ക് ഓക്കെ മഹേന്ദ്ര വരുന്നു, ടാറ്റയുടെ കർവ് അവർ ഇറക്കി, ലെറ്റ്സ് സേ അത് റെലവൻ്റ് ആണെന്ന് വെക്കുക. ഇപ്പോഴും ഓക്കെ, ഇറങ്ങിയിട്ട് 1 മാസം ആയുള്ളൂ. അതെ, ഇപ്പോഴേ അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളത് മഹീന്ദ്രയുടെ സക്സസ് ആണ് അത്. 100%. യെസ്. 2025 മാരുതി വരുന്നു. അതെ, മാരുതി വരുന്നത് വിട്ടാര ആയിട്ടാണ്. അവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്രോഡക്ട്സ് ആണ് ഇൻ ദ കറണ്ട് അതെ, ലൈനപ്പിൽ. ഹ്യൂണ്ടായി വരുന്നു. ഹ്യൂണ്ടായി വരുന്നത് വെറും വരെ ക്രെറ്റ ആയിട്ടാണ് വരുന്നത്. അതെ. BYD ഒരു ബിലോ 20 lakhs വണ്ടിയാണ്, മിക്കവാറും സീകളിലായിരിക്കും എന്ന് പറയുന്നു. അവരിറക്കാനുള്ള സാധ്യതയുണ്ട്. MGയും മിക്കവാറും അപ്ഡേറ്റ് എന്തെങ്കിലും ചെയ്യും അവർ, ഉറപ്പാണ്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മാരുതി ഓറിയന്റഡ് മാർക്കറ്റായിരുന്നു. മാരുതിയുടെ ലെഫ്റ്റ് ഓവർ സ്പേസ് എങ്ങനെ പെനട്രേറ്റ് ചെയ്യാമെന്നായിരുന്നു മറ്റു കമ്പനികൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അത് പിന്നീടാണ് ഒരു പുതിയ USPകൾ കൊണ്ടുവരിക. സേഫ്റ്റി ഒരു USP ആയിട്ട് വന്നു, ഫംഗ്ഷനാലിറ്റി ഒരു USP ആയിട്ട് വന്നു. അങ്ങനെ അവർ മറ്റു കമ്പനി, എന്നാലും ഒരു 15% മുകളിലൊന്നും ഒരു കമ്പനിക്കും കൺസിസ്റ്റൻ്റ്ലി അച്ചീവ് ചെയ്യാൻ പറ്റും. മേ ബി 20 ആയിരിക്കാം മാക്സിമം. ഡീസൽ വരുന്നിടം വരെ മാരുതിക്ക് 50+ കൺസിസ്റ്റൻ്റ്ലി ഉണ്ടായിരുന്നു. ആ ഡീസൽ പോയിട്ടാണ് പിന്നെ 45 42 വരുന്നത്. EV ഈസ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. ഇത്രയും കമ്പനികൾ, മാരുതി, ഹ്യൂണ്ടായി, മഹേന്ദ്ര, ടാറ്റ, BYD, MG, ഇവിടെ ഒരു എന്താ പറയുക സ്ട്രീറ്റ് വാറാണോ ഇന്ത്യ കാണാൻ പോകുന്നത്? അതെ, യെസ്. ബിക്കോസ് ഇത്രയും കാലം എന്തുണ്ടാക്കിയിരുന്നു എന്നുള്ളതിന് നോബഡി കെയർസ് എനിമോർ. യു ക്യാൻ ബി ആൻ ആബ്സല്യൂട്ട്ലി ന്യൂ ബ്രാൻഡ് ആൻഡ് എന്നിട്ട് യു ക്യാൻ ടേക്ക് ഓവർ ദ മാർക്കറ്റ് ഓൾസോ. അവിടെ ഒരു ചോദ്യം വരുന്നത്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടെ EV പെൻട്രേഷൻ ഓൾറെഡി വന്നേനെ. പക്ഷേ ഇവിടെ മാരുതി വരുന്നു, ഹ്യൂണ്ടായി വരുന്നു എന്നുള്ളതിന് വാല്യൂ ഇല്ല. ഹ്യുണ്ടായി വരുന്നു എന്നുള്ളതിൻ്റെ വാല്യൂ ഉണ്ട്, മാരുതി വരുന്നതിനുള്ള വാല്യൂ ഉണ്ട്. പക്ഷേ ഇവരാരെങ്കിലും ഒരു ഡിസപ്പോയിൻറ്റിങ് പ്രൊഡക്റ്റ് ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിനപ്പം മറക്കും ആൾക്കാർ. 2 ദിവസമായിട്ടുള്ളൂ ഇലക്ട്രിക് ആക്റ്റീവ് ഇറങ്ങിയിട്ട്. 5 വർഷമായിട്ട് ഒരു പറഞ്ഞ ഹോണ്ട ഇലക്ട്രിക് വരുമ്പോൾ അവന്മാർ തകർക്കും, എല്ലാവരും വിറപ്പിക്കും. 90 കിലോമീറ്റർ അങ്ങനെ കണ്ടു. ഒരു വണ്ടിക്ക് 50 കിലോമീറ്റർ 80 കിലോമീറ്റർ അങ്ങാണ്ട് പറഞ്ഞതിന് 90-100 കിലോമീറ്റർ. ആരും അത് ആ ന്യൂസ് അപ്പോഴും പോയി. ഇത്രയും കൊല്ലമായിട്ട് ഇവർ ബിൽഡപ്പ് ചെയ്തിരുന്ന വലിയ മാസ് സാധനമായിരുന്നു. പക്ഷേ പുള്ളി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പ്രത്യേകിച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ ഒരു 6 മാസം പറയാണ് ഹോണ്ട ഇലക്ട്രിക് ഇറക്കിയിട്ട് ആരും മൈൻഡ് ചെയ്യാണ്ട് പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല. നമ്മൾ വിചാരിക്കും എന്തൊക്കെ വന്നു. അതെ, അതും എത്ര കൊല്ലമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ട് ഇറക്കി കഴിയുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ വിൽപ്പിലേക്ക് ഇതിങ്ങനെയാണ്. ഇവരുടെ ബാക്കി വണ്ടികളും ശരിയാണല്ലോ. അപ്പം നമ്മൾ വെറുതെ ഹൈപ്പിൻ്റെ മേത്താണല്ലേ മേടിക്കണേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമ്മൾ ടേക്ക് ദ റെഗുലർ ആക്റ്റീവ അത്ര വലിയ എക്സെപ്ഷണൽ പ്രൊഡക്റ്റൊന്നും അല്ല. അത് ഇറങ്ങിയപ്പോൾ അത് ഭയങ്കരമായിരുന്നു. 2001 ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴാണ് ഈ വണ്ടി വരുന്നത്. കാര്യം എനിക്ക് അന്ന് ഓർമ്മയുണ്ട്. കാര്യം ആക്റ്റീവയിൽ ആദ്യമായിട്ട് പഞ്ചറാവാത്ത മറ്റേ ടഫ് അപ്പ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, പിന്നെ അതേപോലെ ബാക്കിലെ ആ എഞ്ചിൻ്റെ കവർ ഫുള്ളായിട്ട് ഇങ്ങനെ കാർ പോലെ മുകളിലേക്ക് സർവീസ് ചെയ്യും. അന്ന് നമ്മൾ കൈറ്റിക്കൊണ്ടതിൽ ഇടയിൽ കൂടെ കൈയിട്ട് കുത്തി പിടിച്ച് കാർബറേറ്റർ ആക്സസ് ചെയ്യേണ്ട കാലത്ത് ഇത് ഇങ്ങനെ തുറക്കും. ഭയങ്കര മോഡുലറായിരുന്നു, ഭയങ്കര സുഖമായിരുന്നു. സോ ദാറ്റ് ജെൻമൺ ആക്റ്റീവ വാസ് സംതിങ് എൽസ്. പക്ഷെ അത് പേരുണ്ടാക്കി. പിന്നെ ആൾക്കാർ ഇപ്പം മേടിക്കുന്ന ഒരു മെജോറിറ്റി ആൾക്കാർ മറ്റേ ടെസ്റ്റ് ഡ്രൈവ് പോലും ഇല്ലാണ്ട് ആക്റ്റീവ് അല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മേടിക്കുന്ന ആൾക്കാരാണ്. ഇറ്റ് ഇസ് നോട്ട് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് അറൗണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കുറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്, പലവർക്കും പല പ്രശ്നങ്ങളും ഉണ്ട് ആ വണ്ടിക്ക്. ഇപ്പോൾ ആൾക്കാർ ഇനി നോക്കി തുടങ്ങുമെന്നാൽ പിന്നെ ആക്റ്റീവ് അല്ലാണ്ട് ബാക്കി സാധനങ്ങൾ ഇനി നോക്കാമല്ലേ എന്നുള്ളൊരു തോന്നൽ വരും. കാര്യം മാർക്കറ്റിൽ ഐസ് സ്കൂട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നല്ല വണ്ടികൾ പറയുന്നുണ്ട്. ആക്സസ് നല്ല വണ്ടിയാണ്, എൻടോർക്ക് നല്ല വണ്ടിയാണ്. പക്ഷേ എന്നാലും ആൾക്കാർക്ക് ഇറങ്ങി തിരിഞ്ഞ് ആക്റ്റീവിലോട്ട് പോകും. പക്ഷേ ഇലക്ട്രിക്കിൽ അതില്ല. ഇത് എനിക്ക് തോന്നണില്ല കിട്ടുമെന്ന്. കാര്യം ആക്റ്റീവ് ഓടിക്കേണ്ട ഒരാൾ ഇപ്പുറത്തൊരു എത്ര വല്ല ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചു പോയിട്ട് അത് മേടിക്കുമെന്ന് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. സോ അതുപോലെ തന്നെയാണ് ഇനി 4 വീലറിലും കാണാൻ പോകുന്നത്. 6 മാസം മുമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയായിരുന്നു മാരുതി കൊണ്ട് ഇറക്കി എല്ലാവരും നശിപ്പിക്കും എന്ന് പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മഹീന്ദ്രയുടെ ഈ ലോഞ്ച് ഹാസ് ഷോൺ ദാറ്റ് ബാക്കി ആരും വെറുതെ ഇരിക്കുമല്ല. ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കളഞ്ഞു ഭയങ്കര ഹൈ ആയിട്ട്. യെസ്. അപ്പോൾ ഇതിപ്പോൾ അവർക്കത് ഇനിയിപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് തന്നെ ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോഫ്റ്റ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽ പാർട്സ്. യെസ്. ഇങ്ങനെ ബ്ലിങ് ആയിട്ട് നിൽക്കണം എന്നില്ല. ഇറ്റ് ക്യാൻ സ്റ്റിൽ ബി എ വെരി ഫങ്ഷണൽ കാർ വിത്തൗട്ട് എനി ഓഫ് ദിസ്. കാര്യം അതിനും ഒരു വലിയൊരു ഓഡിയൻസ് ഉണ്ട്. പക്ഷേ ഇറ്റ് സ്റ്റിൽ ഹാസ് ടു ഹാവ് ഒരു 500-600 കിലോമീറ്റർ റേഞ്ച് വേണം. അത്യാവശ്യം നല്ല ഓടിക്കാൻ പവർ വേണം. നല്ല കൺസോളും സാധനങ്ങളും ഒക്കെ നന്നായിരിക്കണം, ഓടണം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഏതോ ബ്രാൻഡ് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ബിക്കോസ് ഒരു ലെഗസി മാനുഫാക്ചർ ആണെന്ന് പറഞ്ഞുകൊണ്ട്
അഷോർഡ് സക്സസ് ഒന്നും ഇല്ല ഇന്ത്യൻ മാർക്കറ്റിൽ. അങ്ങനെ നോക്കുമ്പം നമുക്കിപ്പം ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് മാർക്കറ്റാണെന്ന് തോന്നുന്നു ഇന്ത്യ അല്ലേ വേൾഡിലെ. യെസ്, ഇഷ്ടംപോലെ കാറുകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ബ്രാൻഡുകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ പ്രൊഡക്ഷൻ വരുന്നു എന്നൊരു പരിപാടിയിലേക്ക് നമ്മൾ വരാൻ സാധ്യതയുണ്ടോ? അതായത് വി ഓൾ നോ ചൈന ഇസ് ദ EV മാർക്കറ്റ് ആൻഡ് ദ പ്രൊഡക്ഷൻ പ്ലേസ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അങ്ങനെയും കൂടെ ഗ്രോ ചെയ്യേണ്ടത്? എപ്പോഴും ഇമ്പോർട്ട് ചെയ്തൊരു അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന മാത്രമായിട്ടൊരു ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റുമോ? റൈറ്റ്, സംതിങ് ലൈക്ക് 20 years ബാക്ക് ചൈനയും ഇന്ത്യയും ഒരേ പൊസിഷനിലായിരുന്നു. ദാറ്റ് ഇതിലെവിടെ രണ്ടിടത്തും ചീപ്പ് ലേബർ ഉണ്ട്, രണ്ടിടത്ത് പോയാലും ചീപ്പ് ലേബർ ഉണ്ട്. ഫാക്ടറി സെറ്റും ചീപ്പ് ലേബറാണ്. ഇപ്പോഴത്തെ റൈറ്റ് നൗ ആ പെർസെപ്ഷൻ, ആ റിയാലിറ്റി മാറി. ചൈന ഈസ് നോട്ട് ചീപ്പർ എനിമോർ. പക്ഷേ അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ടെക്നോളജി ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴും ഈ ചീപ്പ് ലേബറിൽ മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ളൊരു പരിപാടി പോലെ വായിച്ചോ. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടു പ്രൊഡ്യൂസ് അവർ ഓൺ വെഹിക്കിൾസ് ഇൻ ദ ഫ്യൂച്ചർ? ശരി, ആ ഒരു പോയിന്റിൽ ചൈനയും ഇന്ത്യയും ഒരുമിച്ചുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ചൈനയുടെ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ഫ്രീ ഡെമോക്രസിയാണ്. ആർക്കും നമ്മളെ തല്ലി പഠിപ്പിക്കാനോ തല്ലി പണിയെടുപ്പിക്കാനോ പറ്റില്ല. പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട, ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട, ദാറ്റ്സ് ഓൾ. നോബഡി ഈസ് ഗോയിങ് ടു ഫോഴ്സ് യു ഇൻ ടു ഡൂയിങ് എനിത്തിങ്. ചൈനയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഒരാൾ തീരുമാനമെടുത്താൽ അത് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടല്ല, ലൈക്ക് ഓക്കെ, ഇൻ ടേംസ് ഓഫ് പ്രോഗ്രസ് അതൊരു നല്ല കാര്യമാണ്. ഇൻ ടേംസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എവറിത്തിങ് അതൊരു നല്ല കാര്യമല്ല. പക്ഷെ എന്തായാലും അവരവിടെ എത്തി. പക്ഷേ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. സി ഫോർ എക്സാമ്പിൾ മഹീന്ദ്ര പ്രൊഡക്ഷൻ ഇസ് ഇൻ ഇന്ത്യ. ഓക്കെ, യു ഹാവ് ടു ബൈ സംതിങ് ഫ്രം ചൈന. എൻ്റെ ബാറ്ററി പാക്ക് മേടിക്കണം. പക്ഷെ അതൊരു നെഗറ്റീവ് അല്ല. കാര്യം എല്ലാ സാധനവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ കമ്പയർഡ് ടു അതർ കൺട്രീസ്, ഇന്ത്യയിൽ ഒരുവിധം എല്ലാ മാനുഫാക്ചേഴ്സിനും പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ദേ ആർ സ്റ്റിൽ മേക്കിംഗ് കാർസ്. നമുക്കിപ്പോൾ മെഴ്സഡീസ് ആണെങ്കിലും ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, BMW ചെയ്യുന്നുണ്ട്. ഓൾ യുവർ ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് എനിവേ ഡൂയിങ് ഇറ്റ്. ഇന്ത്യ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് ഹബ് ഫോർ എ ലോട്ട് ഓഫ് കമ്പനീസ്. എക്സ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ സ്റ്റെലാൻഡിസൊക്കെ ഇവിടെ നടച്ചു കൂട്ടി പോയാനെ. അതെ, ബാക്കിയെല്ലാം കയറ്റി വിടുകയാണ്. മാരുതി ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ജിംനി ഇന്ത്യയിൽ ഒരു ഫ്ലോപ്പ് ആണെങ്കിലും ബാക്കി എല്ലായിടത്തും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കയറ്റി വിടുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഭയങ്കര സക്സസ് ആണെന്ന് പറയാം. എല്ലായിടത്തും ഓൾ ഓവർ ദ വേൾഡ് വണ്ടിക്ക് വെയിറ്റിംഗ് ആണ്. സോ ഒരു 2.5 ലക്ഷം രൂപ പ്ലേസ് ഒന്ന് കൊണ്ടുപോകുമോ എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ്സ് വെരി സാഡ്. പക്ഷേ എങ്കിലും നമ്മൾ ബാക്കി വേൾഡിൽ എവിടെ നോക്കുകയാണെങ്കിലും ഇത്രയും കാലം ഇപ്പം മാരുതിയുടെ കാര്യമാണെങ്കിലും പല കൺട്രീസിലും നമുക്ക് ഇന്ത്യൻ മെയ്ഡ് മാരുതിയും ഇന്ത്യൻ മെയ്ഡ് സുസുക്കിയും ജാപ്പനീസ് സുസുക്കിയും ഒരേ സമയത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഒരേ വണ്ടി, വേർ പ്രൈവറ്റ് ഇമ്പോർട്ട്സ് യൂസ് ടു ഹാപ്പൻ. അവിടെ കുറച്ച് കൊല്ലം മുമ്പ് വരെ നോക്കി ഇന്ത്യയിൽ നിന്ന് വന്ന വണ്ടികൾക്ക് വില കുറവായിരുന്നു. ആൾക്കാർക്ക് വേണ്ട, മാർക്കറ്റിലെ വില കുറവായിരുന്നു. അവർ കണ്ടിരുന്ന ഒരു ലോ ക്വാളിറ്റി അങ്ങനെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതില്ല. ഇപ്പോൾ ജിംനിയർ 5 ഡോറിന് വേണ്ടി അടിയാണ് പുറത്ത്. 1 വർഷം 1.5 വർഷമൊക്കെയാണ് വെയിറ്റിംഗ്. അത് ഇന്ത്യ മാനുഫാക്ചർ ആർക്കും ഒരു കുഴപ്പമില്ല. അതിന് ആ വണ്ടി ഈസ് ഓൾസോ ഫൈൻ. അതിനപ്പുറത്തുള്ള ക്വാളിറ്റി തന്നെ ഇവിടെ കിട്ടുന്നുമുണ്ട്. ഹോണ്ട എലിവേറ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ജപ്പാനിലോട്ട് അയക്കുന്നുണ്ട്. സീരിയസ്ലി? ഇവിടെ ആർക്കും വേണ്ട, പക്ഷെ അത് പുറത്തേക്ക് പോകുന്നുണ്ട്. കുറച്ചു മുന്നേ സംസാരിച്ചും കൂടി. പക്ഷെ അവിടെ ഇറ്റ് ഇസ് സെല്ലിംഗ്. ജപ്പാനിലോട്ട് ഇന്ത്യ കയറ്റുമതി, അത് ഹോണ്ട. അതെ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നടക്കണ്ട. അപ്പൊ ഇന്ത്യൻ മാനുഫാക്ചറിങ് സെഗ്മെന്റ് ഇസ് ആക്ച്വലി ഗ്രോയിങ്. ഒരിക്കലും നമുക്കത് ഇന്ത്യ സ്റ്റാഗ്നൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ബോർഡർ നേഷൻസ് ആയല്ല ഭൂട്ടാനോ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് പണ്ടേ ഹൈലക്സും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 80s തൊട്ട് 90s തൊട്ട് അവിടെ ഹൈലക്സ് ഓൾ യുവർ പിക്കപ്സ്. ഈ സുസുവിൻ്റെ ഇപ്പോൾ ഇവിടെ പഴയ പിക്കപ്പ് ആണെങ്കിൽ അവിടെ പുതിയ പിക്കപ്പുകളും സാധനങ്ങളൊക്കെ അതിപ്പോൾ കാര്യം ഇവിടെ പ്രൊഡക്ഷൻ ഒന്നുമില്ല. അത് ജപ്പാനിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ ഇറക്കി വിട്ടാൽ മതി. എല്ലാം ഇമ്പോർട്ടാണ്. പാകിസ്ഥാനിലോട്ട് വണ്ടികളൊക്കെ ഇമ്പോർട്ടാണ്. നോബഡി ഈസ് മാനുഫാക്ചറിങ് എനിത്തിങ് ദർ. അതൊക്കെയാണ് എഫക്റ്റഡ് എക്കോണമീസ്. ഇന്ത്യ ബൈ നോ വേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഒരു ഡെഫിനറ്റ്ലി ഒരു പവർ ഹൗസ് തന്നെയാണ് ഒരു ഗ്ലോബൽ ഓട്ടോമോട്ടീവ് പ്രൊഡക്ഷനിൽ. അങ്ങനെ നോക്കുമ്പോഴേ ഒരു ഗ്ലോബൽ കാർ സെനാരിയോയിൽ ഇന്ത്യ മിസ് ചെയ്യുന്ന ഒരു 3 കാർസ് പറയാൻ പറ്റി പറഞ്ഞാൽ? അയ്യോ, ഇന്ത്യ മിസ് ചെയ്യുന്ന കുറേ അധികം കാറുണ്ട്. 3 കാർസ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. സീകൾ, ഞാൻ ഈവിൽ ചോദിച്ചാൽ സീകൾ ഭയങ്കര വർക്കാണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു തോന്നലുണ്ട്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും? ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും EV-നെ പറ്റി പറയില്ല. കാര്യം EVs നമുക്ക് ആവശ്യമുള്ള EV ഒക്കെ കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ബാക്കി EV-കളൊക്കെ നമുക്ക് വരുമെന്ന് നമുക്കറിയാം. സോ ഇപ്പോൾ ഇന്ത്യ മിസ് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ വുഡ് ബി സംതിങ് ലൈക്ക് ഒരു നമ്മുടെ ടൊയോട്ടയുടെ GT86 GR86 പോലത്തെ ഒരു സ്മോൾ അഫോർഡബിൾ ഫൺ സ്പോർട്ടി ബട്ട് യറ്റ് നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ് കാർ.
സംതിങ് ലൈക്ക് ദാറ്റ്. നല്ലൊരു ചില ചെറിയ പിക്കപ്പുകൾ സാധനങ്ങൾ, ചെറിയ അങ്ങനത്തെ സാധനങ്ങൾ. ഓർ ഇപ്പോൾ ഒരു യൂറോപ്യൻ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർഡിൻ്റെ ആണെങ്കിലും സുസുക്കിൻ്റെ ഒക്കെ സ്വിഫ്റ്റ് സ്പോർട്ട്, Swift is യെസ് actually really good. ഇറ്റ്സ് എ റിയലി നൈസ് കാർ. അല്ലെങ്കിൽ ഒരു European market they have ഫിയസ്റ്റ RS, ഫിയസ്റ്റ ST, Fiesta. ഫോക്കസ് RS, അങ്ങനത്തെ വണ്ടികൾ ദോസ് ആർ പ്രാക്ടിക്കൽ ഇൻ ഇന്ത്യ സ്റ്റിൽ. കാര്യം ചെറിയ വണ്ടിയാണ്. ഇതൊക്കെ ആർക്കും വേണമെങ്കിലും കൊണ്ടുവരായിരുന്നു. കാര്യം ഇപ്പോൾ ഫോക്സ് വാഗൻ GTI കൊണ്ടുവന്ന പോലെ എനിബഡി കൂടെ ബ്രോട്ട് ദീസ് ഇൻ. 2000 വണ്ടി കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഒന്ന് അബാർത്താണല്ലേ വന്നത്? അപാർത്തായിട്ട് ഒരു ബന്ധമില്ല ഇവിടുത്തെ അപാർത്ത്. സീരിയസ്ലി ആ അവിടുത്തെ അപാർത്തും ഇവിടുത്തെ അപാർത്തും പേര് മാത്രമേ ഉള്ളൂ. ദ ഐഡിയോളജി ഈസ് ദ സെയിം. പക്ഷേ ദാറ്റ് കാർ ഹാസ് നത്തിങ് ഇൻ കോമൺ വിത്ത് ദിസ് കാർ. ദേ ലുക്ക് ദ സെയിം. പക്ഷേ അല്ലാണ്ട് എഞ്ചിൻ വ്യത്യാസമുണ്ട്, ഗിയർ ബോക്സ് വ്യത്യാസമുണ്ട്. ഇന്ത്യൻ അപാർത്ത് എന്താ, ഞാനൊരു ഫിയറ്റ് ഫാനായിട്ട് വരെ പറയാം, അതൊരു ഫ്ലോഡ് പ്രൊഡക്റ്റാണ്. നല്ല വണ്ടിയാണ്. ഓക്കെ. ആസ് ഇൻ ദ പവർ ഡെലിവറി ഈസ് വെരി നൈസ്. പക്ഷേ അത് പവർ ബ്രേക്സ് ഹാൻഡ്ലിങ് വെരി നൈസ് കാർ, ഒന്നും പറയാനില്ല. നല്ല ബ്രേക്സാണ്, നല്ല ഹാൻഡ്ലിംഗ് ആണ്, നല്ല സോളിഡ് ആണ്, വെരി സേഫ് കാർ, വെരി ഗുഡ് ലുക്കിംഗ് കാർ. പക്ഷേ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% ഓഫ് ഇന്ത്യ വോണ്ട് ബി കംഫർട്ടബിൾ. അതിൻ്റെ ആ സ്റ്റിയറിംഗ് പൊസിഷൻ, അതിൻ്റെ പെഡലിൻ്റെ പൊസിഷൻ, സീറ്റ്, ഗിയർ വെരി വെരി നോച്ചി, സാഡ് ഗിയർ ബോക്സ് എന്ന് തന്നെ പറയാം. ഇറ്റ്സ് വെരി സാഡ്. അത് ഉപയോഗിക്കാൻ എനിക്കറിയില്ല അതെന്താ അവർ അങ്ങനെ ഒരു സാധനം ഒരു പെർഫോമൻസ് കാർ ഉണ്ടാക്കിയെന്നറിയില്ല. അത് മാർക്കറ്റ് അത് റിജക്ട് ചെയ്യുകയും ചെയ്തു. അല്ലെങ്കിൽ 145 ഹോഴ്സ് പവർ ഉള്ളൊരു വണ്ടി ഈ പറഞ്ഞ ആ വിലയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ഷുഡ് ഹാവ് ബീൻ റണ്ണിങ് ഫോർ ഇറ്റ്. പക്ഷെ അത് ഓടിച്ചു കഴിഞ്ഞാൽ ഒട്ടുമുക്ക ആൾക്കാർക്ക് അത് പറ്റില്ല. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിരുന്നു അവര്. ഇത് ഫെയിലിയറിലാണോ? എല്ലാ സെക്കൻഡിലും അവര് ഒരു ഐഡിയൽ കാർ കൊണ്ടുവരാൻ നോക്കി, പരാജയപ്പെട്ടു, പോയി. You used to feel sad for the guy who was driving the Fiat. അതെ, ഞാൻ അതിലത്തെ ഒരാളാണ്. അല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ എനിക്ക് തന്നെ ചിലപ്പോഴും തോന്നും ഞാൻ എന്തിനിത് ഇങ്ങനെ എന്നോട് തന്നെ ഇത് ചെയ്യുന്നതെന്ന്. പക്ഷെ അത് വർക്ക് ചെയ്യുന്ന ദിവസങ്ങളുണ്ടല്ലോ, അതിൻ്റെ ദാറ്റ് ഫീൽ ഇസ് സംതിങ് എൽസ്. ദ വേ ഇറ്റ് ഹാൻഡിൽസ്, ദ വേ ഇറ്റ് ഡ്രൈവ്സ്, ദ വേ ഇറ്റ് സൗണ്ട്സ് ഇസ് അമേസിങ്. പിന്നെ വർക്ക്ഷോപ്പിൽ കയറുമ്പോൾ നമ്മൾ പിന്നെ ആലോചിച്ചാടാ വേണ്ടായിരുന്നു. സോ ഇപ്പം എൻ്റെ ഉള്ള ഫിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 1954 ഫിയറ്റ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റാലിയൻ ഫിയറ്റ്. അത് ഇന്ത്യൻ ഫിയറ്റ് മാനേജ്മെൻറ്റിന് അതിന് ഒന്നും ചെയ്യാനില്ലാഞ്ഞുകൊണ്ട് അതൊരു നല്ല വണ്ടി, അതിനൊരു കുഴപ്പമില്ല. പിന്നെ ഉള്ളത് എൻ്റെ ഒരു പാലിയോ S10 ആണ്, മറ്റേ സച്ചിൻ ടെണ്ടുൽക്കർ എഡിഷൻ. വെരി സ്റ്റൈലിഷ് കാർ, വെരി നൈസ് ടു ഡ്രൈവ്. അത് എൻ്റെ യെല്ലോ ആണ്, ഞാൻ യെല്ലോ കാർ. അത് ഒരു ഇമോഷൻ തന്നെയാണ് ആ വണ്ടി. അത് ഭയങ്കരമാണ്. കാര്യം നമ്മൾ വണ്ടി കയറുമ്പോൾ നമ്മൾ ആ വെഗ്ലിയ ബോർലെറ്റിൻ്റെ മീറ്റേഴ്സൊക്കെയാണ് കാണുന്നത്. ആ മീറ്റർ ഇനി കാണുന്നത് നമ്മൾ ഫെരാരി കയറണം. ഒന്നുമില്ല ഫെരാരി അല്ലെ ആൽഫ റോമിയോ. അതെ, ഫെരാരി, ആൽഫ റോമിയോ ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ ആ മീറ്റേഴ്സ് കാണുന്നുള്ളൂ. സോ അപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് റിക്കോളി എങ്കി എന്നൊക്കെ കാണുന്നതിൻ്റെ പകരം നമ്മളിവിടെ കാണുന്ന ഒരു പ്രോപ്പർ തറോബ്രെഡ് ഇറ്റാലിയൻ സാധനമാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഫിയറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യക്ക് വേണ്ടി ടയർ സൈസ് മാറ്റി, പ്രൊഫൈല് കൂട്ടാനായിട്ട് ടയർ സൈസ് മാറ്റിയപ്പോൾ അവർ സ്പീഡോമീറ്റർ കാലിബ്രേറ്റ് ചെയ്തില്ല. വ്യത്യാസം വരും. അതുകൊണ്ട് ഫിയറ്റ് 10 കിലോമീറ്റർ കാണിക്കുന്ന വണ്ടിക്ക് 7 കിലോമീറ്റർ മൈലേജ് ഉള്ളൂ എന്ന് ആൾക്കാർ വിചാരിക്കും. ആൾക്കാർ നോക്കണത് ഇവിടെ അത്ര കാണിക്കണ്ട, ഇവിടെ എത്ര ഓടിയിട്ടുള്ളൂ. തെറ്റാ. അപ്പോൾ ദാറ്റ് ഇസ് ഫിയറ്റ് ഫോർ യു. ബേസിക്സ് തന്നെ. അതെ, അവർ അത് കഴിഞ്ഞ് 1.2 NV എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി ഇറക്കി. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഇതിൻ്റെ മൈലേജിൻ്റെ പ്രശ്നം കറക്റ്റ് ചെയ്തു. അപ്പോൾ എന്താ ചെയ്ത, സ്പീഡോമീറ്റർ കാലിബ്രേറ്റ് ചെയ്തു, അല്ലാണ്ട് വണ്ടിയിലൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. അതെ, ഇത് നമ്മൾ കുറേ ടെക്നിക്കലായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് മാറ്റിയത്. ചാർജിങ് സ്റ്റേഷൻ എറ്റിക്വറ്റ്, അതിനെക്കുറിച്ച് വാട്ട് ആർ യുവർ ഒബ്സർവേഷൻസ്? വാട്ട് നീഡ്സ് ടു ബി ഇംപ്രൂവ്ഡ്? എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് സംഭവിക്കുന്നത്? എന്ത് ചെയ്യാൻ പറ്റും? എറ്റിക്കറ്റ് എന്ന് പറയുന്ന സാധനം തന്നെ ഇന്ത്യൻ കൺസ്യൂമറിന് പൊതുവേ ഒന്നിനോടും ഇല്ല. അത് നമ്മൾ റോട്ടിലായാലും നമ്മൾ ഹോട്ടലിൽ പോയാലും ഒന്നിനും എവിടെ ഇല്ലാത്തൊരു സാധനമാണ് ജനറലി. പക്ഷേ ചാർജിങ് സ്റ്റേഷനിൽ അത് ശരിക്കും ഭയങ്കര നോട്ടീസബിളാണ്. ദർ ഇസ് മാസീവ് ഇംപ്രൂവ്മെൻറ്റ്. എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോൾ ഒരു 2021 തൊട്ട് വളരെ റെഗുലറായിട്ട് ചാർജിങ് സ്റ്റേഷൻസ് എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ സ്റ്റേറ്റിലും ഉപയോഗിക്കുന്നുണ്ട്. അന്ന് കാലത്ത് നിന്ന് ഇപ്പോഴത്തേക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാര്യം ആൾക്കാർക്ക് കുറേ കാര്യങ്ങളും മനസ്സിലായി. കുറേ കാര്യങ്ങൾ ലാക്ക് ഓഫ് ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ പറ്റി ആരും എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല അവർക്ക്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസുകാർക്കും അതിനൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ നെക്സോൺ EVയുടെ വണ്ടി ഇറങ്ങിയിരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന എല്ലാ തവണയും 100% ബാറ്ററി ഫുള്ളാക്കിയില്ലെങ്കിൽ വണ്ടി ഓഫായി പോകും എന്നൊരു സാധനം പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി കാര്യം അതിൻ്റെ സെൽ ബാലൻസിങ് 100% എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ സെൽ ബാലൻസിങ് ഈക്വലൈസ് ആയിട്ട് എവിടെയെങ്കിലും
95 പോവാണെന്ന് ആ തോന്നുന്നു. അതിൻ്റെ സെൽ ബാലൻസിങ് നടക്കുന്നത് അത് ഒരു വലിയ നല്ലൊരു അൽഗോരിതം ആയിരുന്നില്ല ആദ്യം, ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ബട്ട് അതിൻ്റെ പ്രശ്നം കാരണം ഈ വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം പലവർക്കും ഉണ്ടായിരുന്നു. ഇത് ഏർലി നെക്സോൺ അഡോപ്റ്റേഴ്സിന് എല്ലാവർക്കും അറിയാം. പോലെ. വണ്ടി ഓഫായി പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സെൽ ബാലൻസിങ് ഇഷ്യൂ കാരണം. അപ്പോൾ ഇവർ പറഞ്ഞിരുന്നു 100% ചാർജ് ചെയ്യണം. അപ്പോൾ അയാൾ പറയുന്ന കറക്റ്റാണ്, 100% വീട്ടിലെ ഹോം ചാർജറിൽ കുത്തി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് എത്തി കഴിയുമ്പോൾ അത് സെൽ ബാലൻസ് ചെയ്യും, പിന്നെ ഈ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല. ദാറ്റ് ഇസ് കറക്റ്റ് ഇൻഫർമേഷൻ. പക്ഷേ അതിൻ്റെ ഫുൾ സാധനം പറഞ്ഞു കൊടുത്തിട്ടില്ല. ഫാസ്റ്റ് ചാർജറിൽ ഈ 100% ആക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഇത് തുടങ്ങുന്നത് 25 കിലോവാട്ട് എങ്ങാണ്ട് ഇതിന് പീക്ക് സ്പീഡ് ഉള്ളൂ. അതിൽ വന്നിട്ട് 80% കഴിഞ്ഞാൽ ദെൻ യു ആർ ചാർജിങ് അറ്റ് 15, 12, 5 എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ചാർജ് ആവുന്നത്. അപ്പോൾ ആദ്യത്തെ 80% ഒരു 1.5 മണിക്കൂർ അവർക്ക് എടുക്കും, പിന്നെയുള്ള 20% അത്രയും സമയം എടുക്കും. അപ്പോൾ അത്രയും നേരം നമ്മൾ ബാക്കി വെയിറ്റ് ചെയ്യാണ് ഇത് തീരാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് 97 to 100 നോക്കി ലിറ്ററലി നോക്കിയിരിക്കാം. കാര്യം അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആ കാര്യം. പലപ്പോഴും എനിക്ക് പേഴ്സണലി അനുഭവിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് പറയുമ്പോൾ ചേട്ടാ ഇത് 80 പേരെ ഫാസ്റ്റ് ചാർജ് ചെയ്താൽ മതി, ഇല്ല കമ്പനിക്കാരൻ പറഞ്ഞു 100 ആക്കണം. അപ്പോൾ 99 പുള്ളി ഇങ്ങനെ ഇരിക്കും ഒരു 20 മിനിറ്റ് ഇത് നോക്കിയിട്ട്. നമ്മുടെ ഫ്രസ്ട്രേഷൻ ഓക്കെ അവരോടും ചെയ്യുന്ന അതാണ്. പിന്നെ അവർക്കും ഇത് എന്തൊരു അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന വണ്ടി ചാർജ് ചെയ്യുമ്പോൾ അകത്തിരിക്കാൻ പാടില്ല, നിങ്ങൾ പുറത്തിരിക്കണം, ലോക്ക് ചെയ്യണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സേലത്ത് ഇതേപോലെ ഒരു പൊടിക്കുഞ്ഞിനെയൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ചാർജറിൽ ഇതേപോലെ നെക്സോണിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് സമ്മറിൽ പുറത്ത് വന്നിരുന്ന് ലോക്ക് ചെയ്ത് പുള്ളി അവിടെ ഇങ്ങനെ നോക്കി ചാർജ് ചെയ്യുക. ബാക്കി കൊച്ചു കിടന്ന് കരയടോ, ഭാര്യ ഇയാളായിട്ട് തല്ലി പിടിക്കണോ, അവിടെ ഫുൾ കുടുംബ വയലൻസാണ് നടക്കുന്നത്. മനസ്സിലായി എന്താണ് സംഭവിക്കുന്നത്? കാറ് ചാർജ് ചെയ്യുക അത്രേ ഉള്ളൂ. പക്ഷേ മിക്കവാറും ഇത് ഇയാൾ എവിടെ ദൂരം എങ്ങോട്ട് പോകായിരുന്നു, ഇത് കുത്തി അവിടെ എത്തുമ്പോഴേക്കും ഇത് ഡിവോഴ്സ് ആവും പുള്ളി മിക്കവാറും. അപ്പോൾ ആ ഒരു അവസ്ഥ വരെ എത്തിയായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പോൾ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചാർജിങ് സ്പീഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കാറിന്. ദാറ്റ് നമ്മളൊരു 50 കിലോവാട്ട് ചാർജറിൽ കൊണ്ട് ഒരു 25 കിലോവാട്ട് ഇൻപുട്ട് എടുക്കുന്ന വണ്ടി കൊണ്ട് കുത്തിയാൽ സ്പീഡിൽ കയറൂല, അത്രേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നിട്ടുണ്ട്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇത് 80 കഴിഞ്ഞാൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ ക്വാളിറ്റിയും റേഞ്ചും കൂടിയതുകൊണ്ടാണ്. 200 കിലോമീറ്റർ മാത്രം കിട്ടുന്നൊരു കാറും കൊണ്ട് അവൻ്റെ അടുത്ത് 80% മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കില്ല. പക്ഷെ ഒരു 350-400 കിലോമീറ്ററുള്ള വണ്ടിക്കകത്ത് 80% മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ, കുഴപ്പമില്ല, അടുത്തൊരെണ്ണം വരുമ്പോൾ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഇത് വരും. സോ ദാറ്റ് ഹാസ് ചേഞ്ച്ഡ്. പിന്നെ പലവരും ഇപ്പോൾ ഡൈനാമിക് പ്രൈസിങ് ആണല്ലോ, കുറഞ്ഞ ചാർജർ വേഴ്സസ് കൂടിയ ചാർജർ കോമ്പറ്റീറ്റീവ്. അപ്പോൾ ആൾക്കാർ കുറഞ്ഞ ചാർജർ വലിയ അത്യാവശ്യമില്ലാത്തവർ കുറഞ്ഞ ചാർജർ എടുക്കുകയുള്ളൂ, മറ്റവർക്ക് കൂടിയ ചാർജർ എടുക്കാം. അപ്പോൾ അത് ദാറ്റ് ഹാസ് ഓൾസോ ചേഞ്ച്ഡ്. പിന്നെ ഇത്രയും ആപ്പുകളും ഇത്രയും കമ്പനികളും എല്ലാം വന്നതുകൊണ്ടും കുറച്ചുകൂടെ ചാർജിങ് സ്റ്റേഷൻസ് ഭയങ്കര റിലയബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ജനറൽ കസ്റ്റമർ ഫ്രസ്ട്രേഷൻ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ EV യൂസേഴ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. സി എനിക്കിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ EV യൂസ് ചെയ്യാൻ ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ്. എങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാലും ലൈക്ക് ഐസ് ക്ലോസ്ഡ് ഐ വിൽ ഡു ഇറ്റ്. നോർത്ത് ഇന്ത്യയിലോട്ട് അത്രയും ഇച്ചിരി ധൈര്യക്കുറവുണ്ട്, അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ എല്ലാവരും. സൗത്ത് ഇന്ത്യ ഡെഫിനറ്റ്ലി, എസ്പെഷ്യലി ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂർ, അല്ല ഇപ്പോൾ കൊച്ചി ബാംഗ്ലൂർ, കൊച്ചി ചെന്നൈ ഐസ് ക്ലോസ്ഡ്. നമുക്ക് എന്തൊരു EV ഉണ്ടെങ്കിലും കൊണ്ടുപോകാം ധൈര്യമായിട്ട് കൊണ്ടു. ഇപ്പോൾ ഒരു കോമറ്റിന് ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരുന്നെങ്കിൽ അത് കൊണ്ടുവരുന്നു. കാര്യം അത്ര നല്ല നെറ്റ്വർക്കാണ്. സൗത്ത് ഇന്ത്യ ഇസ് വെരി നൈസ്. അപ്പോൾ ആ ഒരു പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിലെ പ്ലെയേഴ്സ് അല്ല നോർത്ത് ഇന്ത്യയിലുള്ളത്. അതൊരു വേറെ ഇച്ചിരി വൈൽഡ് വെസ്റ്റ് ആണ് ഇപ്പോഴും. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ലൈക്ക് ഏതാ റിലയബിൾ, ഇത് വർക്ക് ചെയ്യില്ലേ, അതൊരു പ്രശ്നം. ബട്ട് സൗത്ത് ഇന്ത്യ ഐസ് ക്ലോസ്ഡ്, ധൈര്യമായിട്ട് എങ്ങോട്ടും കൊണ്ടുപോകാൻ തന്നെ പറയാം. ഹിൽ സ്റ്റേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഇറ്റ്സ് വെരി പീസ്ഫുൾ. നമുക്ക് അപർണ എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളി ഓഫ് റോഡ് നമുക്കൊരു പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഷീ വാസ് ലൈക്ക് ഷീ ഡിഡ് എ ലോങ് ട്രിപ്പ് ഇൻ Ioniq 5. ഓക്കെ. So most of her followers were like, as if she betrayed them or something like that. അപ്പോൾ അങ്ങനെ ഒരു റിയാക്ഷൻ ജെയ്ഡിക്ക് ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ? ലൈക്ക് വെൻ യു ട്രൈ ടു ഞാൻ MG മേടിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഇതിന് MG മേടിക്കണേ. ലൈക്ക് ഓക്കെ, Ioniq 5 അറ്റ്ലീസ്റ്റ് ഹ്യുണ്ടായി എന്നുള്ള ബ്രാൻഡ് ഒരു സോഷ്യലി ആക്സെപ്റ്റഡ് ബ്രാൻഡാണ്. MG ആ സമയത്ത് പ്രത്യേകിച്ച് ആരും അങ്ങനെ വലിയൊരു ആക്സെപ്റ്റഡ് ബ്രാൻഡ് പോലും ആയിരുന്നില്ല. സോ അതൊരു എന്താ നമ്മൾ പറയുന്നത്, അതിനൊരു ഇറ്റ് വാസ് കൂൾ ടു ഹേറ്റ് ഓൺ EVs. ഇപ്പോഴും ദർ ഇസ് സ്റ്റിൽ എ ഹ്യൂജ് പോപ്പുലേഷൻ ദാറ്റ് തിങ്സ് ഇറ്റ് ഇസ് കൂൾ ടു ഹേറ്റ് ഓൺ EVs. അതിന് കാരണമൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ അതിപ്പോൾ മാറി വരുന്നൊരു ട്രെൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് റീസൺ കൊണ്ടാണ് പീപ്പിൾ ഹേറ്റ് ഓൺ EVs. ഒന്ന്, ഒരു ചേഞ്ച് റെസിസ്റ്റ് ചെയ്യാം.
നമുക്ക് എന്തിനാ ഒരു ചേഞ്ച്, എന്താണ് ഒരു ക്യാരക്ടറില്ല, ഇതില്ല, പ്രശ്നങ്ങളില്ല, പവറില്ല, റോട്ടിൽ നിൽക്കും. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ലൈക്ക് നമ്മൾ പല സാഹചര്യങ്ങളിലും ഇപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടികൾ പലതും ഇപ്പോൾ റേവയൊക്കെ നിന്ന് പോയിട്ടുണ്ട്. നിന്ന് പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു എന്തൊരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനാണ്, അനുഭവിക്കട്ടെ, നന്നായി ഇവൻ ഇങ്ങനെ തന്നെ വേണം എന്നുള്ളത്. എന്നാൽ പെട്രോൾ വണ്ടി നിന്ന് പോകുന്നുണ്ട്, ലൈക്ക് പെട്രോൾ വണ്ടി നിന്ന് പോകില്ല എന്നൊരു ഗ്യാരണ്ടി ഇല്ല. ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് ഫോർ എ വെറൈറ്റി ഓഫ്, ഇപ്പോൾ BS6 ഡീസൽ DPF ഇഷ്യൂ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സാധാ പയ്യോ പാവം. അപ്പോൾ അത് വണ്ടി നിന്ന് പോയത് രണ്ട് ഇത് തന്നെയാണ്. ബട്ട് പീപ്പിൾ ലൈക്ക് ടു ഹേറ്റ് ഓൺ EVs എന്നൊരു സൈഡുണ്ട്, അതും ഒരു സൈഡ്. രണ്ടാമത്തെ സൈഡിൽ ആൾക്കാർ ഇതിനെ ഹേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പേടിയും കൂടെ ഉണ്ട്. നമുക്ക് അതുവരെയുള്ള ഇപ്പോൾ നമ്മളൊരു 15 lakh rupees എടുക്കുക, അല്ലെങ്കിൽ ഒരു നെക്സോൺ EV ഇറങ്ങിയ സമയത്ത് ഒരു 12 lakh rupees ഉള്ളൊരു വണ്ടി എടുക്കുവാണെങ്കിൽ അതുവരെയുള്ള സോ കോൾഡ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ അതിന് ഇലക്ട്രിക് കാർ വിൽ ജസ്റ്റ് ഡിസ്ട്രോയ് എവറിത്തിങ് ടിൽ 100 or 80, ഒരു 100 kilometer സ്പീഡ് വരെ ഒരു കാര്യമില്ല. ഒരു കോമ്പാക്ട് SUV ഷേപ്പും ഒരു ടോട്ടലി ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് ലുക്കുള്ളൊരു കാറ് അപ്പുറത്ത് നമ്മൾ എന്തൂസിയാസ്റ്റ് കാർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ചവിട്ടി കളയോ ഒരു 100-120 കിലോമീറ്റർ. പിന്നെ ഇമ്മീഡിയറ്റ് ടോർക്കുണ്ട്. കാര്യം എനിക്കത് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടെന്ന്, എൻ്റെ ഏറ്റവും യൂഷ്വൽ ഓടിക്കുന്ന സ്ട്രെച്ച് കൊച്ചി ബാംഗ്ലൂരാണ്. അപ്പം നമ്മൾ ഈ ടോളിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കൊടുക്കുമല്ലോ. സോ MG ലൈക്ക് ഫുൾ ത്രോട്ടിൽ അവിടെ നിന്ന്. അപ്പോൾ എവിടെ എന്ത് സ്പീഡിലാണെങ്കിലും ട്രാക്ഷൻ കൺട്രോൾ ഓണാവും, ഫ്രണ്ട് ലിഫ്റ്റ് ചെയ്യും, ദർ ഇസ് എ ലോട്ട് ഓഫ് ഡ്രാമ ആൻഡ് കാർ ജസ്റ്റ് ഗോസ്. അത് മാത്രമേ ഒരു ഈവനിൽ എക്സൈറ്റ്മെൻ്റ് ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് അത്രയും നേരം ഇങ്ങനെ ക്രൂസ് കൺട്രോൾ വന്നിട്ട് ഈ ഒരു ആക്സലറേഷൻ അതിനകത്തൊരു രസമുള്ളൂ. അപ്പം നമ്മളിതൊന്നും ചവിട്ടുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ പറഞ്ഞ പോലെ എക്സോസ്റ്റും സാധനങ്ങളൊക്കെ ഉള്ള വണ്ടികളൊക്കെ പിടിക്കാൻ വരും എൻ്റെ കൂട്ടത്തിൽ. ഒരു 100 കിലോമീറ്റർ വരെ ആരും പിടിക്കാൻ പോകുന്നില്ല എന്തായാലും. അല്ലെങ്കിൽ യു ഹാവ് ടു ബി ലുക്കിംഗ് അറ്റ് സംതിങ് ദാറ്റ് ഇസ് അബൌവ് 250 horsepower, അല്ലെങ്കിൽ ഒരു 25 ലക്ഷം 30 ലക്ഷം കിലോമീറ്റർ ഉള്ള, അല്ല 30 ലക്ഷം രൂപയിൽ മേലെയുള്ള വണ്ടികളാണെങ്കിൽ മാത്രമേ ഒരു 15 ലക്ഷം രൂപയുള്ളൊരു EVനെ പിടിക്കാൻ പറ്റുള്ളൂ. 5 series എങ്കിലും വേണം, അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ടർബോ ഡീസൽ, നമ്മുടെ VAG 2 liter ടർബോ ഡീസൽ, റെസ്റ്റ് ഇൻ പീസ്. ബട്ട് അങ്ങനത്തെ ഉള്ള നല്ല എൻജിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാമിലി EVനെ പിടിക്കാൻ പറ്റുള്ളൂ. ഫാമിലി EV. MG അതാ, MG ഇസ് നോട്ട് എ പെർഫോമൻസ് EV അറ്റ് ഓൾ. അതിന് ഇത്ര പവർ ഉണ്ടായിപ്പോയി, അത്രേ ഉള്ളൂ. അതൊരു ഫാമിലി കാറാണത്. പക്ഷേ ഇപ്പോൾ ഈ മഹീന്ദ്രയുടെ B60 ഒക്കെ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ പെർഫോമൻസ് EV. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും? That is going to be, it's exciting and scary at the same time. അതെ, ലൈക്ക് നമ്മളിപ്പോൾ നേരത്തെ GD പറഞ്ഞ പോലെ ലൈക്ക് ഇറ്റ്സ് ബോറിംഗ് ടു ഡ്രൈവ് an EV in a long അതെ അതെ, ലൈക്ക് ആ ഒരു ഇനിഷ്യൽ ടോർക്കും കാര്യങ്ങളും അല്ലാതെ വേറെ അതിൻ്റെ എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. പക്ഷേ പെർഫോമൻസ് EV എന്നും പറഞ്ഞ് മഹീന്ദ്ര ഇറങ്ങിക്കൊണ്ട് വരുമ്പോൾ ലൈക്ക് ഇറ്റ്സ് 7 seconds 0 to 100 എത്തുകയാണ്. അതെ. So it's very exciting in a way, but it's also very scary. Like a lot of this car is going to be very affordable to a lot of people. Yes. So വഴിയിൽ കണ്ടാൽ മാറി എന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇത് വരാൻ പോകുന്നത്. സോ ഐ തിങ്ക് ലൈക്ക് ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് കൾച്ചർ മാറുന്നതിൻ്റെ ഒപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ നമ്മളൊരു മിററിൽ ഡ്യൂക്ക് കാണുമ്പോൾ ഒതുങ്ങി കൊടുക്കും. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരളത്തിൽ നമ്മളിവിടെ വന്നിട്ട് ഒരു 4 കോടി 5 കോടി വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏതാണ് 4 കോടി 5 കോടി വണ്ടി? ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഫെരാരിയോട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. 50 കിലോമീറ്റർ ഓടിക്കുക, 70 കിലോമീറ്റർ പെറ്റി അടിക്കുക. അതെ, അത്രേ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുന്നത്. യെസ്, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. 2-3 ഓവർടേക്ക് ചെയ്യുക, പിന്നെ പെറ്റി അടിക്കുക. അതെ അതെ, എനിക്കൊരു വ്യത്യാസമുണ്ട്. ഇലക്ട്രിക് വണ്ടി അഗൈൻ, പക്ഷെ അവിടെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ആക്സലറേഷനാണ്. ആക്സലറേഷൻ എക്സൈറ്റിംഗ് ആണ്. ഇപ്പോൾ എൻ്റെ ഈ കമ്മ്യൂട്ട് തന്നെ പറയുവാണെങ്കിൽ ബാംഗ്ലൂർ കൊച്ചി കമ്മ്യൂട്ട്, നമ്മൾ സാധാരണ വണ്ടിയിൽ ഏറ്റവും അതിൽ ആ റൂട്ട് റെഗുലറായിട്ട് പോകുന്ന ആൾക്കാർക്ക് അറിയുമ്പോൾ ഏറ്റവും നമ്മൾ വെറുക്കുന്നൊരു സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ പഴയ എന്താ പറയുക എക്സ്പ്രസീവ് ആയിരുന്ന LNT റോഡാണ്. ബാക്കി എല്ലാം 6 ലൈനും 8 ലൈനും ഒക്കെ ആണെങ്കിൽ LNT റോഡ് മാത്രം സിംഗിൾ ലൈനിൽ ഇപ്പോഴും ഉണ്ട്. നമുക്ക് അവിടെ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഫിൽഡ് വിത്ത് ട്രക്ക് ട്രാഫിക് എല്ലാമാണ്. സാധാരണ ഏത് വണ്ടിയാണെങ്കിലും എത്ര പവർ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഒരു വണ്ടിനെ ഓവർടേക്ക് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 ഗിയർ ഡൗൺ ആവും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും 2 ഗിയർ ഡൗൺ ചെയ്യും, ടോർക്ക് കൺവേർട്ടർ ഇത് CVT ഒക്കെയാണ് പറഞ്ഞു തീർന്നു. അവിടെ ബഹളമാണ് അതിനകത്ത്. അപ്പോൾ ഈ ഡ്രാമയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അല്ലെ, നമ്മുടെ ഒരു ഹോണ്ട സിറ്റി ഉണ്ട് CVT, വെരി നൈസ് കാർ ഇൻ സിറ്റി, പേര് പോലെ തന്നെ. ഹൈവേയിൽ എന്തെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയർ ബോക്സ് എഴുന്നേറ്റ് വന്ന് നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു റോട്ടിൽ ഏറ്റവും എൻജോയബിൾ വണ്ടി എനിക്ക് MG ആണ്.
കാര്യം കാല് കൊടുക്കുമ്പോഴേക്കും ഇറ്റ് ജസ്റ്റ് ഗോസ്. നമ്മൾ ഒരു വണ്ടിനെ ഓവർടേക്കാൻ ഉദ്ദേശിച്ച 4 വണ്ടി ഓവർടേക്ക് ആ ഗ്യാപ്പിൽ. ദാറ്റ് വൺ വേ EVs ആർ എക്സൈറ്റിംഗ്. പിന്നെ ബാക്കി എല്ലാ സമയത്തും നമ്മൾ മനസ്സിൽ ആലോചിച്ചാൽ മതി. ഇത്രയും റിഫൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടി പണ്ട് കാലത്ത് റോൾസ് റോയ്സിൽ ആൾക്കാർ V12 എഞ്ചിൻ വെച്ചിരുന്നു. അപ്പോൾ നമ്മളൊരു വി ആർ വർക്കിംഗ് ആണ് S600 V12 മെർസിഡീസിൻ്റെ 140 സീരീസിലെ. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോംപ്ലിക്കേറ്റഡ്, വെരി എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ്. അതിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ്. അത്രയും സാധനങ്ങൾ, അത്രയും മെക്കാനിക്കൽ കോമ്പണൻസ് ഉണ്ടായിരുന്ന ആ ഒരു റിഫൈൻമെൻറ്റ് നമുക്കിപ്പോൾ വെറുതെ സ്വിച്ച് ഇട്ടാൽ മറ്റേ ഓണാവുന്നൊരു മോട്ടറിൽ കിട്ടും. അതെ, കിട്ടുമെന്ന് പറയുമ്പോൾ റിഫൈൻമെൻറ്റ്, നോട്ട് ടോക്കിംഗ് അബൌട്ട് ഔട്ട്റൈറ്റ് പവർ, ബട്ട് റിഫൈൻമെൻറ്റ് അത്രയും കിട്ടുന്നുണ്ട്. ദാറ്റ് സൈലൻറ്റ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. യു ആർ ഗെറ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് റിഫൈൻമെൻറ്റ് ഇൻ ദിസ് കാർ എന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഇതിനൊരു ഇമോഷൻ പരിപാടി കിട്ടുന്നുണ്ടോ? ഇമോഷൻ എനിക്ക് അതിൻ്റെ അകത്ത് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത്, ഇമോഷൻ ഓക്കെ, നമുക്കൊരു IC എഞ്ചിൻ്റെ ഇമോഷൻ ഒരിക്കലും ഇതിൻ്റെ അത് കിട്ടത്തില്ല. ഇല്ല. പക്ഷേ അതിൻ്റെ ഉപരി ഇപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. ആ എഞ്ചിൻ ബ്രേക്കിൻ്റെ ഫീഡ്ബാക്ക്, എഞ്ചിൻ്റെ ഫീഡ്ബാക്ക്, ഈവൻ ക്ലച്ച്, നമ്മൾ ക്ലച്ച് നിൽക്കുന്നത് എങ്ങനെ, നമുക്ക് വണ്ടിയുമായിട്ട് ക്ലച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാലിൽ അറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ക്ലച്ച് ആയിട്ട് നിർത്തുന്നത്. അതെ, അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്കകത്ത് ഇത് വർക്ക് ആവുന്നുണ്ടോ നമ്മുടെ EVs? ഈ ഫീഡ്ബാക്ക് വേണ്ടത്, ഫീഡ്ബാക്കും സാധനങ്ങളും വേണ്ട അവസാനത്തെ ജനറേഷൻ നമ്മളാണ്. എക്സാക്ട്ലി. ഈ ക്ലച്ചിന്റെ ഫീഡ്ബാക്ക്, ക്ലച്ചിനെ നമ്മൾ ഒരു റൊമാൻറ്റിസൈസ് ചെയ്താണ് കാണുന്നത്. ഇപ്പോഴത്തെ ന്യൂ ഡ്രൈവേഴ്സ് പറഞ്ഞു ക്ലച്ച് ചവിട്ടി ചവിട്ടി മടുത്തു എന്നാണ് പറയണത്. അവർക്ക് ആ ക്ലച്ചിന്റെ ആ ഒരു റൊമാൻസ് വേണ്ട. ഓക്കെ, അടുത്ത ജനറേഷൻ പറ്റുമ്പോൾ ബ്രേക്കിന്റെ ആ ഒരു ഡൈനാമിക്സും വേണ്ട. കാര്യം ഇനി ഇപ്പൊ കളി മാറുന്നത് എവിടെയാണെന്നറിയോ? ഇറ്റ്സ് ഓൺ റീജൻ ഇസ് ദ തിങ്. ഇപ്പോൾ ഒരു പഴയ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ, മൈ ഓൾഡസ്റ്റ് കാർ ഇസ് ഫ്രം 1934. ഇറ്റ് ഈസ് ആസ് മെക്കാനിക്കൽ ആസ് ഇറ്റ് ഗെറ്റ്സ്. കറക്റ്റ് സ്റ്റാർട്ട് 34 ഹിൽമാൻ, ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. മറ്റേ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്പോക്ക് വീലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആസ് മെക്കാനിക്കൽ ആസ് ഇറ്റ് ഗെറ്റ്സ്. അപ്പോൾ നമുക്ക് ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മെക്കാനിക്കൽ ബ്രേക്കാണ്, അതിന് മറ്റേ ഹൈഡ്രോളിക് ലൈൻ പോലും ഇല്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ അതവിടെ പോയി തള്ളിയിട്ട് തന്നെയാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ സോ ദാറ്റ് ഈസ് ദ റിയൽ ബ്രേക്ക് ഫീൽ എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് എക്സ്ട്രീമാണ് ഞാൻ MG ഓടിക്കുമ്പോൾ. കാര്യം നമ്മൾ ബ്രേക്ക് ചവിട്ടാറേ ഇല്ല. ഇറ്റ് ഈസ് ഓൺ 90% ഓൺ റീജൻ. ആ ലാസ്റ്റ് ഒരു 5 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് 0 വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കാറുള്ളൂ. ആൻഡ് നമ്മളിപ്പോൾ ഇത്രയും ഞാൻ ഓടിച്ചു കണ്ട് എനിക്ക് റീജനുള്ള വണ്ടിക്കകത്ത് നിന്ന്, ഞാനിപ്പോൾ വേറെ പുതിയ ഇപ്പോൾ ഡീസൽ വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ റീജൻ മിസ് ചെയ്യും. ഐ എം ആക്ച്വലി മിസ്സിങ് റീജൻ അറ്റ് മെനി ടൈംസ്. അതെ, നമ്മൾ അഡാപ്റ്റ് ആയി പോകും. വി വിൽ അഡാപ്റ്റ് ടു ഇറ്റ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇറ്റ്സ് ജസ്റ്റ് മൈ പേഴ്സണൽ ഒബ്സർവേഷൻ. ഇത്ര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ ഓക്കെ, നമ്മളൊരു ട്രാക്കിൽ ഓടിക്കുമ്പോൾ എന്താ പറയുക, ക്ലച്ചിൻ്റെ ഫീലും ഗിയറിൻ്റെ ഫീലും അതേപോലെ ബ്രേക്ക് ഇതും സ്റ്റിയറിംഗ് ഡൈനാമിക്സും ഒക്കെ ഓൺ ട്രാക്ക്, ഓർ ഇഫ് യു ആർ ഡൂയിങ് പെർഫോമൻസ് ഡ്രൈവിംഗ്, ഒരു ഹിൽ ക്ലൈംബ്, ഇതൊക്കെ ആണെങ്കിൽ ഉണ്ട്. പക്ഷേ ഇതൊരു ഡെയിലി സിറ്റിയിൽ ഓടിക്കുന്ന ആൾക്ക് ഇതൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് പേഴ്സൺ ഡസൻ കെയർ അബൌട്ട് ഓൾ ദിസ്. ഇപ്പോൾ നമ്മൾ 3 പെഡലിൽ നിന്ന് ഓട്ടോമാറ്റിക് വന്നപ്പോൾ 2 പെഡലായി. പുതിയ EV ഒറ്റപ്പെടലായി. ഒരു ഒറ്റപ്പെടലായി ഇപ്പോൾ നമ്മൾ. ബ്രേക്കിൽ ഇപ്പോൾ ആർക്കാ ബ്രേക്കും വേണ്ട. ഇപ്പോൾ എല്ലാം സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് അല്ലേ. കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി നിൽക്കും, 0 വരെ എത്തും. അതാണ് ബോറിങ്ങിന്റെ അടുത്ത സ്റ്റേജാണ് ഡ്രൈവർലെസ് കാർ. എവല്യൂഷൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതെ, ഓരോന്ന് മാറിക്കൊണ്ടേയിരിക്കും, ടെക്നോളജി അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കും, നമ്മൾ അഡാപ്റ്റ് ചെയ്യാനുള്ള മാത്രമേ. അതെ. സോ എൻ്റെ കണ്ണിൽ ലൈക്ക് ഹൗ ഐ സീ ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ, ഹൗ ഐ വോണ്ട് ഇറ്റ് ടു ബി ഈസ് ഒരു 200 bhp 250 bhp വരെയൊക്കെ ഇലക്ട്രിക് അടിപൊളിയാണ്. പക്ഷേ ഈ എക്സോട്ടിക് കാർസിലോട്ട് വരുമ്പോഴും ഐ ഡോണ്ട് ബിലീവ് ഇൻ, ഞാനൊരു ഇലക്ട്രിക് കാറിൻ്റെ ഒരു ബിലീവറാണ്. ഞാൻ ആ ടെക്നോളജിയിലും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു പ്രീമിയം ഇലക്ട്രിക് കാറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ആസ് ഇൻ പ്രീമിയം എന്ന് പറഞ്ഞൊരു സ്പോർട്സ് കാർ, ഐ സ്റ്റിൽ ഡോണ്ട് ബിലീവ് that should be the case. അങ്ങനെ നോക്കുമ്പോൾ ബെൻസിന്റെ ഇന്ത്യൻ സ്ട്രാറ്റജി സെൻസ് മേക്ക് ചെയ്യുന്നുണ്ടോ? ഏതാണ്? ബെൻസിന് വേണ്ട 5-6 വണ്ടികളുണ്ട്, ഇൻക്ലൂഡിംഗ് മേബാക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നതാണോ തോന്നുന്നത്? അല്ലെങ്കിൽ ഹൈ എൻഡിലോട്ട് ഇപ്പോൾ BM ഉണ്ടായിട്ട് 4-5 വണ്ടി ഉണ്ട്, ആ ഒരു സെഗ്മെന്റിലോട്ട് പോകുമ്പോൾ അത് വർക്ക് ആവുന്നതാണോ തോന്നുന്നത്? വാട്ട് മേക്സ് ദം കൺവേർട്ട് ടു ഓർ മൂവ് ടു EVs? ബിക്കോസ് അവിടെയാണല്ലോ നമ്മൾ കുറച്ചുകൂടെ ഈ പെർഫോമൻസും ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വണ്ടി എന്ന് പറയുന്നത് ഒരു 3 സീരീസോ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഒരു വണ്ടിയൊക്കെ ആയിരിക്കാം. നമ്മളെ പെർഫോമൻസ് വണ്ടി അതാണ്, നമുക്ക് അതിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ റേഞ്ചിൽ ഇവർ ഭയങ്കരമായിട്ടും EVsലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് അതിൻ്റെ what do you think about it? ഒരു 2 കൊല്ലം മുമ്പ് വരെ നോക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ഒരു ഫ്രെൻസി ഉണ്ടായിരുന്നു മാർക്കറ്റിൽ, ദാറ്റ് EV ആണ് ഇനി ഫ്യൂച്ചർ. EV ആണ് ഫ്യൂച്ചർ ഇസ് ട്രൂ.
പക്ഷേ EV മാത്രമാണ് ഫ്യൂച്ചർ എന്നൊരു ഇതുണ്ടായിരുന്നു. അതിലാണ് ആവേശം കയറി പലവരും പറഞ്ഞ് നമ്മൾ പെട്രോൾ നിർത്തുകയാണ്, ഡീസൽ നിർത്തുകയാണ്, ഇനി EVs മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് ഒരു സെപ്പറേറ്റ് EQ എന്നും പറഞ്ഞ ബ്രാൻഡായിട്ട് മെർസിഡീസ് വരുന്നത്. എന്നിട്ട് അവരുടെ EQS എന്ന് പറഞ്ഞ വണ്ടി ഇറക്കി. ഇറ്റ് വാസ് സപ്പോസ് ടു ബി എ റീപ്ലേസ്മെൻറ്റ് ഫോർ ദി എസ് ക്ലാസ്. റീപ്ലേസ്മെൻ്റ് അല്ല, ഇവൻച്വലി എസ് ക്ലാസ്സിനെ അത് ഇല്ലാണ്ടാക്കും. കാര്യം പെട്രോൾ എഞ്ചിൻ ലോകത്തില്ലാണ്ടാവും. അപ്പോൾ EQS ആയിരിക്കും എസ് ക്ലാസ് എന്ന് വിചാരിച്ചു. EQS വാസ് ലാസ്റ്റ് ഇയർ ദ മാക്സിമം ഡിപ്രീസിയേഷൻ ഉള്ള വണ്ടി ഇൻ ദ വേൾഡ്. ആ സ്ട്രാറ്റജി ഏറ്റില്ല, അത് അവർക്കും മനസ്സിലായി. പോർഷെ പറഞ്ഞ അടുത്ത 911 ഇലക്ട്രിക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞല്ല, നമ്മളിപ്പോൾ ഇലക്ട്രിക് ഉള്ള വണ്ടിയിലും നമ്മളിനി അടുത്ത ജനറേഷൻ പെട്രോൾ കയറ്റാട്ടോ എന്നാണ് പറഞ്ഞത്. വോൾവോയും അവിടെ തിരിച്ചെത്തി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഓക്കെ, ഇലക്ട്രിക് ഇസ് ഗ്രേറ്റ് ഫോർ എ സിറ്റി കമ്പ്യൂട്ട്, ഫോർ ഈവൻ ഹൈവേ അത്യാവശ്യം ഒരു 500 കിലോമീറ്ററൊക്കെ പോയിട്ട് നല്ല വണ്ടിയാണ്. പക്ഷേ ഒരു ലക്ഷറി കാർ അല്ലെങ്കിൽ ഒരു എക്സോട്ടിക് കാർ നമുക്ക് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനും കൂടെയാണ് അതിൻ്റെ ഒരു ചാം. ഇപ്പോൾ നമ്മളൊരു എക്സോട്ടിക് ഒരു ഹൈപ്പർ കാർ പറയണമെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് ദ ബുഗാട്ടി വെയ്റോൺ. ബുഗാട്ടി വെയ്റോണിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞ 16.4 ആണ് അതിൻ്റെ കപ്പാസിറ്റി. 10 റേഡിയേറ്റർ ഉണ്ട്. മറ്റേ ആ സ്പീഡ് താങ്ങാൻ വേണ്ടി ടയർ റിമ്മിലോട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത് സർവീസ് ചെയ്യണമെങ്കിൽ ഇത്ര കോംപ്ലിക്കേഷനാണ്. ഇതൊക്കെ പറയുമ്പോൾ തലവേദനയാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതിനോടൊരു ഇറ്റ് ഈസ് ഓ ഇൻസ്പയറിങ് ബിക്കോസ് ഓഫ് ദാറ്റ് കോംപ്ലിക്കേഷൻ, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് നോർമൽ. അപ്പോൾ ദ സൗണ്ട് ഇറ്റ് മേക്സ്, ദ ക്യാരക്ടർ, ദ വൈബ്രേഷൻസ്, ഓൾ ഓഫ് ദാറ്റ് ആഡ്സ് ടു ദ ഫീൽ ഓഫ് ഇറ്റ്. അതൊരു ഇലക്ട്രിക് വണ്ടിയിൽ ഒരിക്കലും കിട്ടില്ല. EVs are eventually going to be the primary car for everyone. Yes. But there is always going to be a secondary, a fun car that you will always have a petrol or a diesel engine. അതെ. അങ്ങനെ നോക്കുകയാണെങ്കിലേ 90s ഈ കാർ പ്രിസർവ് ചെയ്താൽ ഇപ്പം അതിന് വിലയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നൊസ്റ്റാൾജിയോടെ കാണുന്ന ഒരു ഇപ്പോഴുള്ള കാറുകളിൽ നമുക്ക് ഏതൊക്കെ ഒന്ന് പ്രിസർവ് ചെയ്ത് വെക്കാം ഫോർ ലൈക്ക് 15 years 20 years? EVs ആണോ? അല്ല, IC കാറുകൾ. ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഉണ്ടെങ്കിൽ നീ കൊടുക്കരുത്, നീ ഇത് വെച്ചോ, 10-20 കഴിയുമ്പോൾ നിനക്ക് ചിലപ്പോൾ ഒരു വാല്യൂ വരാൻ സാധ്യതയുണ്ട് എന്ന്. അത് കൂടുതലും പ്രീമിയം വണ്ടികളാണെങ്കിൽ കുറേ എണ്ണം ഉണ്ട്. പ്രീമിയം അല്ല, നമുക്ക് എല്ലാവർക്കും എല്ലാ സ്കീമിൻ്റെ എടുത്തോ. അഫോർഡബിലിറ്റിയോടെ നോക്കുകയാണെങ്കിൽ വാല്യൂ ആൻഡ് യുണീക്നെസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ചില വണ്ടികൾ നമുക്ക് റീറ്റെയിൻ ചെയ്യുന്നതിൽ പൈസയിൽ അപ്രീഷിയേറ്റ് ചെയ്യില്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫിയറ്റ് എസ്റ്റൻ, അത് അങ്ങനെ കോസ്റ്റ് അങ്ങനെ വലുതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇൻ ടേംസ് ഓഫ് ദാറ്റ് ക്യാരക്ടർ അത് ഒരിക്കലും എനിക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരു വണ്ടി എനിക്ക് കിട്ടില്ല. ഒരു ലാർജ് എഞ്ചിനുള്ള ഒരു സ്മോൾ കാർ, ദാറ്റ് ഈസ് നെവർ ഗോയിങ് ടു കം. അപ്പോൾ അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ആൾക്കാർ പറയുന്നൊരു നമ്മുടെ സാധാരണ ജീപ്പ്, റെഗുലർ ജീപ്പ് CRD പോലും വേണമെന്നില്ല, താർ DI ഫോർ എക്സാമ്പിൾ 4-wheel ഡ്രൈവ് താർ DI. അങ്ങനത്തെ ഒരു വണ്ടീനെ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു കം. എയർ ബാഗ് ഇല്ല, സേഫ്റ്റി ഇല്ല, പ്രത്യേകിച്ചൊരു റൂഫ് പോലും ഇല്ല അതിന്. അങ്ങ് പോവുക. അങ്ങനത്തെ ഒരു വണ്ടീനെ ഉണ്ടാക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മഹീന്ദ്ര മേജറിന് ഒരാൾക്കാർ 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ചോദിച്ചു തുടങ്ങി. അത് ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ് ക്യാമ്പയിൻ. പക്ഷേ ഞാൻ പറഞ്ഞത് അത് ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങി. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രീമിയം ഇതിൽ നോക്കുകയാണെങ്കിൽ എനി V8 കാർ, എനി V8 യു കനോട്ട് ഫൈൻഡ് എനി V8s നൗ. V8 ഇനി വരത്തുമില്ല. അപ്പോൾ ഒരു V8 ഉള്ള ഒരു C63, M5s, ഓൾ ഓഫ് ദാറ്റ്, ഓർ ഈവൺ എൻ S500 ഓർ 750 Li, ഇങ്ങനത്തെ വണ്ടികൾ, ഓർ എനി V8 എന്താന്ന് എനി V6 ഓൾസോ. ഇപ്പോൾ V6 എന്താ ഉള്ളത്? ഇപ്പം നമ്മുടെ ലാസ്റ്റ് 530D അതൊരു എപ്പിക് കാറാണ്. ആ ഒരു കോമ്പിനേഷൻ ഇനി നമുക്ക് കിട്ടില്ല. ഒരു നല്ലൊരു ഗിയർ ബോക്സ്, ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ്, ZF8 ബ്യൂട്ടിഫുൾ ഗിയർ ബോക്സ്, നല്ലൊരു 3 ലിറ്റർ എഞ്ചിൻ, അങ്ങനത്തെ ഒരു വണ്ടി ഇനി ഇറങ്ങില്ല. കാര്യം ഇപ്പോൾ BMW തന്നെ 3 സിലിണ്ടറായി, എല്ലാവരും 3 സിലിണ്ടറായി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നോക്കുമ്പോൾ സംതിങ് ലൈക്ക് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ